أثنيت على نفسك فلك الحمد حتى ترضى. اللهم صل وسلم وزد وبارك على عبدك ونبيك سيدنا وقائد الغر المحجلين محمد صلى الله عليه وسلم، صلوات ربي وسلامه عليه كلما ذكره الذاكرون وغفل عن ذكره الغافلون. صل اللهم عليه وعلى آله وصحبه وعترته وأهل بيته ومن اهتدى بهديه واستنى بسنته إلى يوم الدين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإن طائفتان من المؤمنين فأصلحوا بين أخويكم واتقوا الله لعلكم ترحمون. بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم. ഭിന്നരായ സയ്യിദുൽ ഉലമ സയ്യിദ് ജഫരി മുത്തുക്കോയ തങ്ങളവറുകൾ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തിട്ടുള്ള നമ്മുടെ ഇന്നത്തെ ഈ ഉറൂസ് പരിപാടി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സമസ്ത ജമിയത്തുൽ ഉലമയും അതിൻ്റെ അനുബന്ധ സംവിധാനങ്ങളുമൊക്കെ അജയ്യമായി നിലനിൽക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. മഹാന്മാരായ ഉലമാഇന് ഉമറാഇന് അല്ലാഹു ഇസ്സത്തും ആഫിയത്തും സലാമത്തും നൽകട്ടെ. സമസ്ത ജമിയത്തുൽ ഉലമ അതിൻ്റെ 100ാം വാർഷികം ഈ വരുന്ന ജനുവരി ആദ്യവാരത്തിൽ കുനിയയിൽ വെച്ച് 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ അതൊരു വലിയ വിജയമായി, ഒരു ഐതിഹാസികമായ സമ്മേളനമായി മാറ്റിയെടുക്കുന്നതിൽ നമ്മുടെയൊക്കെ വാക്കും പ്രവൃത്തിയും നമ്മുടെ പരിശ്രമങ്ങളും ഉണ്ടാവട്ടെ. അള്ളാഹു അതൊരു വലിയ ഇസ്സത്തിൻ്റെ അടയാളപ്പെടുത്തലായി അള്ളാഹു മാറ്റിത്തരട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വേദിയിലിരിക്കുന്ന പ്രഗത്ഭരായ നേതാക്കളെ, ഈ പ്രൗഢമായ മസ്ജിദിൻ്റെയും മഖാമിൻ്റെയും മഹല്ലിൻ്റെയും കാര്യസ്ഥരായ പ്രഗത്ഭ വ്യക്തിത്വങ്ങളെ, പ്രിയങ്കരായ സഹോദര സഹോദരിമാരെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ ഹുദൈബിയ സന്ധി ഒപ്പുവെക്കുന്ന സമയം 1500 സുഹാബിമാർ ഹബീബിന്റെ കൂടെ മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഇഹ്റാം ചെയ്തുകൊണ്ട് ഉംറ നിർവഹിക്കുവാൻ വേണ്ടി പുറപ്പെട്ട ആ സമയം മക്കയുടെ സുഗന്ധവും കഅബാലയത്തിന്റെ പരിമളവും മക്ക വിശുദ്ധ ഭൂമിയുടെ ത്രസിപ്പിക്കുന്ന മന്ദമാരുതനും തലോടുന്ന ഹുദൈബിയയിലെത്തി നിൽക്കുമ്പോൾ പുണ്യ റസൂലിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മക്കയിലേക്ക് കടക്കാൻ കഴിയാതെ ഹബീബായ നബി തങ്ങൾ സ്വഹാബിമാർ വിഷമിച്ചിരിക്കുമ്പോൾ 80ഓളം കുതിരപ്പടയാളികൾ മുസ്ലിമീങ്ങളെ പ്രകോപിപ്പിക്കുവാൻ വേണ്ടി കടന്നു വന്ന 80ഓളം ആളുകൾ, ആ 80 ആളുകളെയും സ്വഹാബിമാർ പിടിക്കുകയും ഒരു ശത്രു സമൂഹത്തിന്റെ
സായുധരായ പോരാളികളെ മറുപക്ഷത്തുള്ള ആളുകൾക്ക് ലഭിക്കുകയാണെങ്കിൽ എന്താണ് ലോക ചരിത്രത്തിൽ സംഭവിക്കാറുള്ളത് എന്ന് നമുക്കൊക്കെ അറിയാം. പക്ഷേ ഇത് ലോകത്തിന്റെ റഹ്മത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുൽ മുഹ്ദാ, ശത്രുക്കളോട് പോലും കരുണ കാണിക്കാൻ പഠിപ്പിച്ച അന്ത്യപ്രവാചകരാണ് നമ്മുടെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഭാഗത്ത് ആവേശമുണ്ട്, സ്വഹാബികൾക്ക് എന്തെന്നില്ലാത്ത, പിടിച്ചു നിർത്താൻ കഴിയാത്ത മക്കയോടുള്ള അഭിനിവേശം. ആര് തടുത്താലും, ആര് എന്ത് പ്രയാസം സൃഷ്ടിച്ചാലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് മക്കയിലേക്ക് ഞങ്ങൾ കടന്നു വരും, ഞങ്ങൾക്ക് ഉംറ നിർവഹിക്കണം എന്ന ഇബാദത്തിന്റെ അതിയായ ഔത്സുക്യത്താൽ മഹാന്മാരായ സ്വഹാബിമാർ ഒരൽപ്പമെങ്കിലും അവരുടെ വിവേകം വിട്ട് കളിച്ചില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. 80ഓളം കുതിരപ്പടയാളികളെ ഹബീബിന്റെ കയ്യിൽ ലഭിച്ചിട്ട് സ്വഹാബിമാർ നിരുപാധികം അവരെ വിട്ടയക്കുകയാണ്. അങ്ങനെ വിട്ടയച്ചപ്പോ പരിശുദ്ധ ഹബീബിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാഹനമായിരുന്ന ഖസ്വ എന്ന ഒട്ടകം, ആ ഒട്ടകം അവിടെ മുട്ടുകുത്തുകയാണ്. ഹബ് ഹബ് ഖലഅത്തിൽ ഖസ്വ. എന്തു പറ്റി, എന്തേ ഈ ഒട്ടകം അവിടെ മുട്ടുകുത്തിയത് എന്ന് സ്വഹാബിമാരും കൂടെയുള്ള ആളുകളൊക്കെ പറയാൻ തുടങ്ങി. എന്തേ ഒട്ടകത്തിന് സംഭവിച്ചത്? മക്കയിലേക്ക് പോകാൻ കഴിയുമായിരിക്കെ ആ ഒട്ടകം അവിടെ മുട്ടുകുത്തുകയാണ്. ഹബ് ഹബ് ഖലഅത്തിൽ ഖസ്വ. ഖസ്വ പറഞ്ഞത് കേൾക്കാതെയായല്ലോ. അപ്പോഴാണ് ലോകത്തിന്റെ ഗുരു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വലിയൊരു ആശയം പഠിപ്പിക്കുന്നത്. മാ ഖലഅത്തിൽ ഖസ്വ, എന്റെ ഖസ്വ എന്ന ഒട്ടകം പറഞ്ഞു കേൾക്കാത്തതല്ല. എന്റെ ഒട്ടകം ഞാൻ പറഞ്ഞതനുസരിക്കാതിരിക്കുകയുമല്ല. വമാ ദാക ലഹാ ബിഖുലുഖിൻ, എന്റെ ഒട്ടകത്തിന്റെ സ്വഭാവവുമല്ല അത്. ഞാൻ പറയുന്നത് പോലെ അനുസരിക്കാൻ കടപ്പെട്ടതാണ് എന്റെ ഒട്ടകം. എന്നാൽ അകിൻ ഹബസഹാ ഹാബിസുൽ ഫീലി അൻ മക്ക, മക്കയിലേക്ക് ആനപ്പടകളുമായി അബ്രഹത്ത് വന്നപ്പോ ഏതൊരു പടച്ചതമ്പുരാനാണോ അബ്രഹത്തിന്റെ ആനപ്പടയെ മക്കയിലേക്ക് പോകാതെ വഴിതിരിച്ചു വിട്ടത്, ആ പടച്ചതമ്പുരാൻ തന്നെയാണ് എന്റെ ഒട്ടകത്തെയും ഇവിടെ നിയന്ത്രിച്ചിരിക്കുന്നത്. എന്നിട്ട് അവിടുന്ന് പുണ്യനബി തങ്ങൾ ഒരു കാര്യം പറഞ്ഞു. വല്ലാഹി ലാ തസ്അലുന്നനി ഖുറൈശുൻ ഖിത്തൻ യുഅള്ളിമൂന ഫീഹാ ഹുറുമാതില്ലാഹി ഇല്ലാ അജബ്തുഹും ഇലൈഹാ. ഇന്ന് ഖുറൈശികൾ ന്യായമായ, വ്യക്തമായ, നീതിയുക്തമായ ഏതൊരു നിലപാട് ഖുറൈശികൾ സ്വീകരിച്ചാലും അതിൽ അല്ലാഹുവിന്റെ ഹുർമത്തുകളെ, അല്ലാഹു ആദരിച്ച വസ്തുക്കളെ, ദീനിന്റെ ശഈറത്തും മിൻ ശആഇരില്ലാഹ്, ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ, ഇസ്ലാമിന്റെ അടയാളങ്ങളെ അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിച്ചുകൊണ്ടുള്ള ഏത് നിലപാട് ഖുറൈശികൾ എടുത്താലും ഞാനതിന് ഒപ്പുവെക്കാൻ ഒരുക്കമാണ്, ഞാൻ അവരുടെ കൂടെയുണ്ടാകുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കളുമായൊരു ഉടമ്പടി നടക്കാൻ പോകുന്നതിന്റെ മുമ്പ് എന്റെ ശത്രുക്കൾ ന്യായമായും യുക്തമായും നീതിക്ക് നിരക്കുന്നതുമായി എന്ത് നിലപാടെടുത്താലും അവരുടെ കൂടെ ഞാനുണ്ടാകുമെന്ന് ഉറക്കെ പറഞ്ഞ റസൂലാണ്. മാ ഖലഅത്തിൽ ഖസ്വാ വമാ ലഹാ ബിഖുലുഖിൻ, എന്റെ ഒട്ടകത്തിന്റെ സ്വഭാവം അനുസരണക്കേടല്ല, എന്റെ ഒട്ടകം അനുസരിക്കുന്ന ഒട്ടകമാണ്. ഹബസഹാ ഹാബിസുൽ ഫീലി അൻ മക്ക, ആനകളെ അബ്രഹത്തിന്റെ കാലഘട്ടത്തിൽ അബ്രഹത്തിന്റെ ആനപ്പടകളെ നിയന്ത്രിച്ച അതേ പടച്ചതമ്പുരാനാണ് എന്റെ ഒട്ടകത്തെയും നിയന്ത്രിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സ്വഹാബികളെ, നമ്മൾ മദീനയിലേക്ക് തിരിച്ചു പോവുകയാണ്. ഈ വർഷം ഉംറയില്ലാതെ തിരിച്ചു പോരുകയാണ്. അങ്ങനെ തിരിച്ചു പോരാൻ നിൽക്കുമ്പോ പുണ്യനബി തങ്ങൾ പറഞ്ഞ വാക്യതാണ്. ഫവല്ലാഹി ലാ തസ്അലന്നനി ഖുറൈശുൻ ഖിത്തൻ യുഅല്ലിമൂന ഫീഹാ ഹുറുമാതില്ലാഹ്.
അള്ളാഹു പവിത്രമാക്കി വെച്ചിട്ടുള്ള ഹുർമത്തുകളെ ബഹുമാനിച്ചുകൊണ്ട് ഏത് നിലപാട് ഖുറൈശികൾ എടുത്താലും ഞാൻ അതിനോടൊപ്പമാണ്. മഹാനായ സയ്യിദുൽ ഉലമ തങ്ങളെ സംസാരിച്ച വാക്കുകൾക്കിടയിൽ അള്ളാഹുവിന്റെ ഹുർമാത്തുകളെ, അള്ളാഹുവിന്റെ ദീനിന്റെ ശആയിറുകളെ ബഹുമാനിക്കേണ്ട ഉത്തരവാദിത്വം പഠിപ്പിച്ചു തന്നു. അള്ളാഹു ബഹുമാനിച്ചത് ബഹുമാനിച്ചുകൊണ്ട്, അള്ളാഹു ആദരിച്ചതിനെ ആദരിച്ചുകൊണ്ട്, മക്കായുടെ ഹുർമത്ത്, മസ്ജിദുൽ ഹറാമിന്റെ പവിത്രത, കഅബാലയത്തിന്റെ പുണ്യം, മക്കയുടെ മഹത്വം, ഇതെല്ലാം അംഗീകരിച്ചുകൊണ്ട് ഖുറൈശികൾ എന്നോട് എന്താവശ്യപ്പെട്ടാലും ഞാനതിന് ഒപ്പുവെക്കാൻ ഒരുക്കമാണ് എന്ന് ശത്രുക്കളോട് പോലും നീതിയുടെ നിലപാടെടുത്ത റസൂലാണ് ഹബീബുന റസൂലുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്തുൽ മുംതഹിന വളരെ വ്യക്തമായി ചില കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لا ينهاكم الله عن الذين لم يقاتلوكم في الدين ولم يخرجوكم من دياركم أن تبروهم وتقسطوا إليهم إن الله يحب المقسطين. لا ينهاكم الله عن الذين لم يقاتلوكم في الدين ولم يخرجوكم من دياركم أن تبروهم وتقسطوا إليهم إن الله يحب المقسطين. ഒരു ബഹുസ്വര സമൂഹത്തിനിടയിൽ ജീവിക്കുന്ന പക്ഷം ആ സമൂഹത്തിന് നന്മ ചെയ്യാനും അവരോട് നീതിയുക്തമായി പെരുമാറാനും അള്ളാഹു പഠിപ്പിക്കുകയാണ് ഈ ഉമ്മത്തിനെ. ഏതു മതവിശ്വാസികളാവട്ടെ, ഏതെല്ലാം ചിന്തകളോ ആശയങ്ങളോ കൊണ്ട് നടക്കുന്നവരാകട്ടെ, നിങ്ങളോട് നേർക്കുനേരെ യുദ്ധം ചെയ്യാതെയും നിങ്ങളിവിടെ നിന്ന് ഇറക്കി പറഞ്ഞേക്കാതെയും നിങ്ങളോട് സമാധാനപരമായി പെരുമാറുന്ന എത്രയോ കോടിക്കണക്കിന് ആളുകൾ ഇവിടെയുണ്ടല്ലോ. ആ മനുഷ്യരോട് മുഴുവനും നിങ്ങൾ നന്മ ചെയ്യണം. മൻതബറൂഹും, നിങ്ങളെ നേരിട്ട് ഉപദ്രവിക്കാത്ത, നിങ്ങളെ ഇവിടുന്ന് ഇറക്കി പുറപ്പെടിക്കാൻ കുൽസിത ശ്രമങ്ങൾ നടത്താത്ത, വളരെ വളരെ സൗമ്യമായും സ്വസ്ഥമായും മതപരപേക്ഷമായും സെക്യുലറായിട്ടും വളരെ ടോളറൻസിലും ജീവിക്കുന്ന ഒരു സമുദായത്തിന്റെ കൂടെ നിങ്ങൾ ജീവിക്കുമ്പോൾ അവരുടെ വിശ്വാസം എന്താണെങ്കിലും അൻതബറൂഹും, അവരോട് നിങ്ങൾ നന്മ ചെയ്യണം. വതുഖ്സിതൂ ഇലൈഹിം, നിങ്ങൾ അവരോട് നീതി ചെയ്യണം, അവരോട് നീതി പുലർത്തണം. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. അല്ലാഹു നീതി എന്ന് പറയുന്ന പരമമായൊരു മൂല്യത്തിലാണ് ഈ പ്രപഞ്ചത്തെ നിലനിർത്തിക്കൊണ്ടുപോരുന്നത്. ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് നീതിയിലാണ്. നീതി തകരുന്ന പക്ഷം ഇവിടുത്തെ എല്ലാ സംവിധാനങ്ങളും തകരും. മനുഷ്യജീവിതം അതിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടും. മനുഷ്യൻ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ആടിയുലയുന്ന അവസ്ഥ വരും. അതുകൊണ്ട് അല്ലാഹു തആല والسماء رفعها ووضع الميزان ألا تطغوا في الميزان وأقيموا الوزن بالقسط ولا تخسروا الميزان. നീതി നടപ്പാക്കണം. മനുഷ്യരെല്ലാം നീതി ലഭിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ആരും അനീതി ഇഷ്ടപ്പെടുന്നവരല്ല, ആരും വഞ്ചിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവരല്ല. അതുകൊണ്ട് നിങ്ങൾ ആരെയും വഞ്ചിക്കരുത്. മനുഷ്യരുടെ ചിന്തകൾ പലതാണ്, മനുഷ്യരുടെ ആശയങ്ങൾ പലതാണ്, വിശ്വാസങ്ങൾ പലതാണ്. എന്നിരുന്നാലും നീതിയുടെ ഭാഷ മനുഷ്യർക്ക് മുഴുവൻ ഒന്നാണ്. ഇത് പഠിപ്പിക്കുന്ന മതമാണ് പരിശുദ്ധ ഇസ്ലാം. അതിൻ്റെ മനോഹരമായ വഴിയിലേക്ക് ഏതാനും ചില ചിന്തകൾ നമുക്ക് ഇന്നത്തെ രാവിൽ പങ്കുവെക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന
നമ്മുടെ ആസാദ് ദർബെ അബ്ദുറഹ്മാൻ ഹാജി അവറുകൾ, അൽഹാജ് സയ്യിദ് മുഹമ്മദ് തങ്ങൾ സൽമറ, അൽഹാജ് ഉസ്താദ് ഉമർ ദാരിമി, ഡോക്ടർ ഷംസുദ്ദീൻ സൽമറ, ഹുസൈൻ ഹാജി കൂരിമ്പാടി, എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത് ഹാജി അബ്ദുൽ ഖാദിർ സാഹിബ് സുരയ്യ, നമ്മുടെ ഈ പരിപാടിക്ക് എനിക്കിങ്ങോട്ടെത്താൻ ക്ഷണം ലഭിച്ചത് അദ്ദേഹത്തിൻ്റെ ഇടപെടലിലൂടെയാണ്. അഭിനന്ദരായ സുഹൃത്ത് ഫാറൂഖ് ഹാജി സുൽത്താൻ ബിഡി, മുഹമ്മദ് അലി ഹാജി ബല്ലാരെ, ഹുസൈൻ ഹാജി, MS മുഹമ്മദ് സാഹിബ് പുനശ്ച, നൗഫൽ CA പുത്തൂർ, ഹാജി അബ്ദുൾ റസാഖ് മനല, ഹംസ KM സാൽമറ, ഇബ്രാഹിം ഖലന്ദർ ഹാജി, അബ്ദുൾ റസാഖ് ഹാജി, KS ഷാഫി ബപ്പലിഗെ, സക്കരിയ മുലാർ UAE, KS സിദ്ദീഖ് കൂർനെടുക്ക, അബ്ദുൽ ഗഫൂർ ഹാജി ഖലന്ദർ, ഷാഫി മദനി, അബ്ദുൾ റസാഖ് മുസ്ലിയാർ സൽമറ തുടങ്ങി പ്രഗത്ഭരായ ഒരുപാട് വ്യക്തിത്വങ്ങൾ നമ്മുടെ ഈ സദസ്സിലുണ്ട്. അള്ളാഹു ഇസ്സത്തുള്ള ഒരു അസ്തിത്വം ഈ ഉമ്മത്തിന് നമ്മുടെ മഹല്ലിലും നമ്മുടെ നാടുകളിലും തുടങ്ങി കർണാടകയിലും കേരളത്തിലും ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും ലോകരാജ്യങ്ങളിലും ഹബീബായ നബി തങ്ങളുടെ ഉമ്മത്തികൾക്ക് അള്ളാഹു വലിയ ഇസ്സത്ത് നിലനിർത്തി തരട്ടെ. വലിയൊരു ആശയം, വലിയൊരു വിശ്വാസ പ്രമാണം നെഞ്ചിലേറ്റി നടക്കുന്നവരാണ് നമ്മൾ. ആ വിശ്വാസ പ്രമാണം നമ്മുടെ ജീവനേക്കാൾ വലുതാണ്. നമ്മുടെ ആത്മാവിൻ്റെ പ്രകാശമാണത്. നമ്മുടെ അസ്തിത്വത്തിൻ്റെ വിളക്കുമാടമാണത്. അലൈഹാ നഹ്യാ വഅലൈഹാ നമൂത്ത് വഅലൈഹാ നുബ്അഥു ഇൻഷാ അല്ലാഹ്. അതിലാണ് നമ്മൾ ജീവിക്കുന്നത്, ആ ആശയത്തിലാണ് നമ്മൾ മരിക്കുന്നത്, ആ ആശയത്തിലാണ് നാളെ നമുക്ക് പുനർജന്മം നൽകപ്പെടുന്നത്. അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ ഹൃദയത്തിനുള്ളിൽ വെളിച്ചം കിട്ടുന്ന മഹത്തുക്കളായി, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഇബാദുകളായി അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ സയ്യിദ് കുമ്പോൽ ഉമർ കുഞ്ഞിക്കോയ തങ്ങളവറുകൾ, ഞാനിന്ന് ജുമുഅക്ക് തങ്ങളുടെ പള്ളിയിലായിരുന്നു. തങ്ങളുമായി സംസാരിച്ച് പിരിയുമ്പോൾ തങ്ങൾ ഒരു തമാശ രൂപേണയാണെങ്കിലും തങ്ങൾ പറഞ്ഞു, ഈ ഉമ്മത്തിന് മനസ്സ് നിറയെ, ഖൽബ് നിറയെ ഇൽമ് വേണം, കൈ നിറയെ സമ്പത്ത് വേണം. പിന്നെ പറഞ്ഞു, നമ്മുടെ റൂഹ് നിറയെ ഈമാനും വേണം. ഇത് മൂന്നുമുണ്ടെങ്കിലാണ് ഈ സമൂഹത്തിന് വിജയിക്കാൻ കഴിയുന്നു. വലിയ ഒരു ആശയം മഹാനവറുകൾ അതിനുള്ളിലൂടെ പറഞ്ഞു വെക്കുകയാണ്. സമ്പത്ത് മാത്രമല്ല വിഷയം, ഇൽമൊരു വിഷയമാണ്. ആഴത്തിലുള്ള അറിവ് ഈ സമൂഹത്തിന് വേണം. അതുമാത്രം പോരാ, ആഴത്തിലുള്ള ഈമാൻ വേണം. നല്ല ഈമാൻ, നല്ല ഇൽമ്, സ്വാലിഹായ സമ്പത്ത്, ഇത് മൂന്നും ഈ ഉമ്മത്തിന് അനിവാര്യമാണ്. മഹാനായ ഉമർ കുഞ്ഞിക്കോയ തങ്ങളവറുകൾ, അവിടുത്തെ ജ്യേഷ്ഠ അനുജ സഹോദരങ്ങൾ, അവിടുത്തെ മക്കള്, പേരക്കിടാങ്ങൾ, മറ്റു സയ്യിദന്മാർ, സാദാത്യങ്ങൾ, പാണക്കാട് കുടുംബം അടക്കമുള്ള ഈ സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്ന സയ്യിദുൽ ഉലമ അടക്കമുള്ള ഒരുപാട് സാദാത്യങ്ങളുടെ സാന്നിധ്യം കൊണ്ട് അള്ളാഹു അനുഗ്രഹിച്ച മണ്ണാണിത്. അള്ളാഹു ഇസ്സത്ത് നൽകട്ടെ. ഈ സമൂഹത്തിന് വേണ്ടി ഒരു തണലും ഒരു നേതൃത്വവുമായി അള്ളാഹു ഖിയാമത്ത് നാൾ വരെ തലമുറകളിലേക്ക് ആ വെളിച്ചം അള്ളാഹു നമുക്ക് നിലനിർത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രത്യേകമായി ദുആ ചെയ്യുകയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹുജറാത്തിൽ അള്ളാഹു സൂചിപ്പിച്ച ഒരു ആശയമാണ് ഞാൻ തുടക്കത്തിൽ ഓതിവെച്ചത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇൻ ത്വായിഫതാനി മിനൽ മുഅ്മിനീന ഇഖ്തതലൂ ഫഅസ്ലിഹൂ ബൈനഹുമാ ഫഇൻ കീഴൊതുങ്ങുകയാണെങ്കിൽ, ഒരു അനീതിയില്ലാതെ അതിക്രമങ്ങളില്ലാതെ അവർ ഒതുങ്ങുകയാണെങ്കിൽ,
ആ രണ്ട് വിഭാഗങ്ങൾക്കിടയിൽ നീതിയോടുകൂടെ നിങ്ങൾ മസ്ലഹത്തുണ്ടാക്കണം. ബിൽ അദ്ലി. ആരാണത് നടപ്പാക്കേണ്ടത്? ആരാണത് നടപ്പാക്കേണ്ടത്? അസ്ഹാബുൽ ഹില്ല് വൽ അഖദ്. ഒരു നാട്ടിലെ പ്രമാണിമാർ, ഒരു നാട്ടിലെ കാര്യസ്ഥന്മാർ, അവിടെ ഒരു ജഡ്ജോ ഒരു മഹ്കമയോ ഇല്ലെങ്കിൽ അവിടുത്തെ പ്രമാണിമാരായ ആളുകൾ ഇടപെട്ടുകൊണ്ട് രണ്ട് വിഭാഗം ആളുകൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പരിഹരിക്കണേ. വഅഖ്സിതൂ. നീതിയുക്തമായി പെരുമാറണമേ. ഒരാളും അനീതിയോടുകൂടെ പെരുമാറപ്പെടരുത്. ഒരാളോടും ബഹുമാനക്കേടുണ്ടാവരുത്. ഒരാളുടെയും മനസ്സിനെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ നിലപാടുകൾ ഉണ്ടാവരുത്. ഇന്നല്ലാഹ്, തീർച്ചയായും അല്ലാഹു ജല്ല ജലാലു യുഹിബ്ബുൽ മുഖ്സിതീൻ. നീതി ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നവൻ തന്നെയാണ് അല്ലാഹു. അല്ലാഹുവിന്റെ മഹബ്ബത്ത് അവർക്കുണ്ടാകും. ലോകത്ത് മനുഷ്യൻ ആഗ്രഹിക്കുന്നത് നീതിയാണ്. സമ്പത്തില്ലെങ്കിൽ സഹിക്കാം, ദാരിദ്ര്യമുണ്ടെങ്കിൽ സഹിക്കാം, രോഗമുണ്ടെങ്കിൽ സഹിക്കാൻ പറ്റുമെന്നാൽ ഒരാളോട് അനീതി ചെയ്യപ്പെട്ടാൽ, അതിക്രമം ചെയ്യപ്പെട്ടാൽ, മനുഷ്യന്റെ വികാരം വ്രണപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ പ്രശ്നങ്ങളുണ്ടാകും. അല്ലാഹുവിന്റെ ആഹ്വാനമാണ്, ഒരാളുടെയും ഹക്ക് അതിക്രമിച്ചെടുക്കരുത്. ഒരാളുടേതും എന്റേതാണെന്ന് പറഞ്ഞ് സ്വന്തത്തിലേക്ക് വലിച്ചെടുക്കരുത്. അല്ലാഹു നിങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞു. മൻ അൻ വഹാചിൻ. എനിക്ക് വേണം എന്ന് അന്യായമായത്, ചോദിക്കാൻ പാടില്ലാത്തത് ചോദിച്ചു വാങ്ങുന്നതും, മൻ അൻ മറ്റുള്ളവർക്ക് വകവെച്ചു കൊടുക്കേണ്ടത് കൊടുക്കാതെ പിടിച്ചു വെക്കുന്നതും, രണ്ടും എൻ്റെ ഉമ്മത്തികൾക്ക് വേണ്ട, ഒരിക്കലും ചെയ്യരുതേ എന്ന് നമ്മുടെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഈ വിഷയം കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഇതിൻ്റെ പകുതി ഭാഗം ചർച്ച ചെയ്തു വെച്ചതായിരുന്നു. എനിക്ക് തോന്നുന്നു അതിൽ ഒന്നുകൂടെ ആഴത്തിലേക്ക് കുറച്ചുകൂടെ ഭാഗങ്ങൾ ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്. മനുഷ്യർക്ക് വേണ്ടി, മനുഷ്യർക്കെതിരെ കേസുകളും പരാതികളും പെറ്റീഷനുകളും, മനുഷ്യർക്കെതിരെ അതിക്രമങ്ങളായിട്ടും ആരോപണങ്ങളായിട്ടും മനുഷ്യ മനസ്സുകൾക്ക് വ്രണങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, മുറിവ് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ലോകത്തിന് റഹ്മത്തായി വന്ന ഒരു റസൂലിന്റെ ഉമ്മത്തികളല്ലയോ നമ്മൾ? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. പൊന്നാര നബിയേ, മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾ ലോകത്തെ സർവർക്കും റഹ്മത്താണ് റസൂലേ. ജീവജാലങ്ങൾക്ക് റഹ്മത്താണ്, ജന്തുക്കൾക്ക് റഹ്മത്താണ്, ഈ പ്രകൃതിക്ക് റഹ്മത്താണ്, സർവ മനുഷ്യർക്കും അനുഗ്രഹമാണ് നബിയേ. അങ്ങനത്തെ ഒരു സമൂഹം ഏറ്റവും വലിയ വിട്ടുവീഴ്ച ചെയ്യേണ്ടവരാണ്. അപ്പോഴല്ലേ ഹബീബിന്റെ ഉമ്മത്തികളാവുള്ളൂ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതെങ്കിലും ഒരാൾ ഒരു അഹ്ലുദ്ദിമ്മയെ എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളുടെ കൂടെ ജീവിക്കുന്ന, മുസ്ലിമീങ്ങളുടെ കൂടെ സമാധാനത്തോടുകൂടെ ജീവിക്കുന്ന, അവരോട് യുദ്ധം ചെയ്യാത്ത, അവരോട് സമരസപ്പെട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ കോടിക്കണക്കിന് ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട്, ലോകത്തുണ്ട്. ഏതെങ്കിലും ഒരു ദിമ്മിയായ മനുഷ്യനെ, അല്ലെങ്കിൽ മുസ്ലിമീങ്ങളോട് മുസാലിമായി ജീവിക്കുന്ന, സമാധാനത്തോടുകൂടെ ജീവിക്കുന്ന ഏതെങ്കിലും ഒരു അമുസ്ലിമിനെ ഒരു മുസ്ലിമായ മനുഷ്യൻ വഞ്ചിക്കുകയാണെങ്കിൽ ശരിക്ക് ശ്രദ്ധിക്കണം. മുസ്ലിമല്ലാത്ത ഒരാളെ ഒരു മുസ്ലിം വഞ്ചിക്കുകയാണെങ്കിൽ, അമുസ്ലിമായ തന്റെ മുതലാളിയുടെ സമ്പത്ത്, തന്റെ ശമ്പളം പറ്റുന്നതിന് പകരം തന്റെ ശമ്പളം അയാൾ തരുന്നത് എടുക്കാം. അയാൾ തന്നില്ലെങ്കിൽ പോലും ആ മനുഷ്യന്റെ സമ്പത്തിൽ നിന്ന് എടുക്കാൻ പാടുള്ളതല്ല, അയാൾ സമ്മതിച്ചെങ്കിലേ അത് എടുക്കാൻ പാടുള്ളൂ എന്ന് പഠിപ്പിക്കുന്ന മതം. നിങ്ങളാരെങ്കിലും ഒരു മുസ്ലിമല്ലാത്തൊരു സഹോദരനെ വഞ്ചിക്കുകയാണെങ്കിൽ, അന ഖസ്മുഹു യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ ആ മുസ്ലിമിനെതിരായി ഞാൻ അമുസ്ലിമിന്റെ പക്ഷത്ത് അയാൾക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാൻ ഞാൻ അമുസ്ലിമിന്റെ കൂടെയായിരിക്കും ഉണ്ടാവുക, അമുസ്ലിമിനെ നിങ്ങൾ വഞ്ചിച്ചാൽ. ഇത് പറഞ്ഞ റസൂലാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണെങ്കിൽ ഈ ഉമ്മത്തിലെ ആളുകൾ പരസ്പരം എത്രയധികം ശ്രദ്ധിക്കേണ്ടവരാണ്. സ്വന്തം അയൽവാസിക്ക് നടന്നു പോകാൻ, ഒരു വാഹനം കൊണ്ടുപോകാൻ വഴിയില്ലാതെ വിഷമിക്കുമ്പോ
ആ മനുഷ്യന് താങ്ങാൻ കഴിയാത്ത സമ്പത്ത് പറഞ്ഞിട്ട് മാർക്കറ്റ് വാല്യൂവിനേക്കാളും 10, 20, 100 ഇരട്ടി വില പറഞ്ഞിട്ടൊരു മനുഷ്യനെ ബുദ്ധിമുട്ടാക്കിയിട്ട് ഒരാൾക്ക് വഴി നടക്കാൻ, ഒരു മയ്യത്ത് കട്ടിൽ കൊണ്ടുപോകാൻ പോലും ഒരു വഴിയില്ലാതെ വരുമ്പോൾ ഒരു വഴി തരണേ എന്ന് എത്രയോ സമ്പത്തുള്ളൊരു മനുഷ്യനോട് ചോദിക്കുമ്പോൾ ഞാനത് തരില്ലെന്ന ഭാവേന തൻ്റെ സഹോദരനോടൊരു ദയാവായ്പ പോലും കാണിക്കാൻ മടി കാണിക്കുന്ന മനുഷ്യർ എങ്ങനെ ഹബീബിന്റെ ഉമ്മത്തികളിൽ പെടും? നമ്മൾ ആലോചിച്ചു നോക്കി. ലാ ളററ വലാ ളിറാർ, ഇത് ദീനിന്റെ ഒരു ഖാഇദയാണ്. മഹാന്മാരായ ഫുഖഹാക്കൾ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ, ജൂറിസ്റ്റുകൾ മസ്അലകൾ, പുതുതായ വിഷയങ്ങളിൽ പല മസ്അലകളും വരുമ്പോൾ അതിനാധാരമാകുന്ന ഒരു ഖാഇദ ലാ ളററ വലാ ളിറാർ എന്ന ഹദീസാണ്. നിങ്ങളാരും ബുദ്ധിമുട്ടാവരുത്, നിങ്ങളാരും ആരെയും ബുദ്ധിമുട്ടാക്കുകയും അരുത്. നിങ്ങൾ ബുദ്ധിമുട്ടണ്ട, നിങ്ങൾ ആരെയും ബുദ്ധിമുട്ടാക്കുകയും ചെയ്യാൻ പാടില്ല. ലാ ളററ വലാ ളിറാർ. അങ്ങനെയാണെങ്കിൽ കോടതികളുടെ വരാന്തകളിൽ അന്യായമായ കേസുകളുടെ പേരിൽ എത്ര വർഷങ്ങളാണ് മനുഷ്യർ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്? നിരപരാധികളായ ആളുകൾക്കെതിരെ കേസ് കൊടുക്കുന്നു, നിരപരാധികളായ ആളുകളെ ജയിലിലടക്കാൻ നിയമ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു, സ്വാധീനം ഉപയോഗപ്പെടുത്തുന്നു, സമ്പത്ത് എറിഞ്ഞുകൊടുത്തിട്ട് അന്യായമായും ചില ആളുകളുടെ സമയവും അവരുടെ സമ്പത്തും അവരുടെ ഇസ്സത്തും ഹനിക്കാൻ വേണ്ടി എത്രയെത്ര കേസുകളാണ് നമ്മുടെ കോടതികളുടെ ഫയലുകളിൽ കിടക്കുന്നത്. അതിലേറിയ കൂറും പച്ച നുണകളാണ്. നമ്മൾ ആലോചിക്കണം, ഒരു മുസ്ലിമിന് ഇത് ചെയ്യാൻ പറ്റുമോ? ഒരു മുസ്ലിം വിശ്വാസികത ചെയ്യാൻ പറ്റുമോ? വിവാഹം വേർപിരിയുമ്പോൾ ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുമിച്ച് ജീവിക്കാൻ കഴിയാതെ വരുമ്പോൾ, അവിടെ ത്വലാഖ് സംഭവിക്കുമ്പോൾ, അത് അല്ലാഹു നിശ്ചയിച്ചൊരു വഴിയാണ്. ഒരുമിച്ച് രണ്ടുപേർക്കും പോകാൻ കഴിയില്ലെങ്കിൽ ഭർത്താവിന്റെയും ഭാര്യയുടെയും വീട്ടുകാർക്കിടയിൽ മസ്ലഹത്തിന്റെ ചർച്ചകൾ നടന്നിട്ട് പോലും പരിഹാരം കണ്ടെത്താൻ കഴിയാതെ വരുമ്പോ യുഫ്ഖില്ലാഹു ബൈനഹുമാ, മസ്ലഹത്ത് ഉദ്ദേശിക്കുകയാണെങ്കിൽ അല്ലാഹു അതിനെ തൗഫീഖ് ചെയ്യും. അതല്ലെങ്കിൽ ഫസർരിഹുന്ന സറാഹൻ ജമീലാ, അവർക്ക് വേർപിരിയേണ്ടി വരും. അങ്ങനെ വേർപിരിയുമ്പോഴേക്കും തന്റെ ഭർത്താവ് തന്നെ പീഡിപ്പിച്ചുവെന്ന് പച്ചപ്പാവമായ ഭർത്താവിനെതിരെ ഭാര്യ കേസ് കൊടുക്കുന്നു. എന്തിന്? ഒന്നും ചെയ്യാതെ ആ പെണ്ണിനെ സഹിച്ചു കൊണ്ട് നടന്നിട്ട് പോലും ഒരു അപശബ്ദം പോലും, ഒരു ഒച്ച വെച്ച് സംസാരം പോലും ചെയ്യാത്ത ചില ചെറുപ്പക്കാർക്കെതിരെ പോലും അവരുടെ ഭാര്യമാർ കേസ് കൊടുക്കുന്നു. എന്ത് പീഡനം! ആരൊക്കെ പീഡനം? സ്വന്തം അമ്മായിമ്മ, ഒന്ന് എണീറ്റ് നടക്കാൻ പോലും പറ്റാത്ത അമ്മായിമ്മ, ബെഡിൽ കിടക്കുന്ന വല്ലിപ്പ, ഇവരെല്ലാം എന്നെ പീഡിപ്പിച്ചു, അതുകൊണ്ട് എനിക്ക് ഇത്ര നഷ്ടപരിഹാരം വേണം. അതുമാത്രമല്ല, വിവാഹം കഴിയുമ്പോൾ അവളുടെ കയ്യിലുണ്ടായിരുന്ന സ്വർണം എത്ര ചെറുതാണെങ്കിലും വലിയൊരു എണ്ണം പറഞ്ഞ്, ഒരളവ് പറഞ്ഞ് അത്ര എൻ്റെ കയ്യിൽ സ്വർണമുണ്ടായിരുന്നു എന്ന് പറയുന്നു. തെളിവുകളുണ്ടോ? അവളുടെ വാക്കല്ലാതെ എന്ത്? എന്നിട്ട് തന്റെ ഭർത്താവിന്റെ സമ്പത്തിൽ നിന്ന് അയാൾക്കൊരിക്കലും ജീവിതകാലത്ത് സമ്പാദിച്ചിട്ട് പോലും കൊടുക്കാൻ കഴിയാത്ത അത്ര വിധം ഒരു മനുഷ്യനെ ബുദ്ധിമുട്ടാക്കാൻ വേണ്ടി അന്യായമായി സ്വന്തം വക്കീലിന്റെ നാവിന്റെ വഴവഴപ്പ് കൊണ്ടോ തന്റെ വക്കീലിന്റെ വാക്സാമർത്ഥ്യം കൊണ്ടോ അന്യായമായും ഒരു മനുഷ്യന്റെ സമ്പത്ത് പിടിച്ചടക്കാൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വെപ്രാളപ്പെടലുകൾ, അത്തരം ആളുകൾക്ക് എന്ത് നിസ്കാരം, എന്ത് ഉംറ, എന്ത് ഹജ്ജ്, എന്ത് ഫലമാണ് ഇതുകൊണ്ടൊക്കെ? ഹുഖൂഖുന്നാസ്, അല്ലാഹുവും മനുഷ്യരും തമ്മിലുള്ള ബന്ധങ്ങളിൽ 3 ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, അല്ലാഹു ഒരിക്കലും മാപ്പ് കൊടുക്കാത്ത ഒരു തെറ്റുണ്ട്, അശ്ശിർക്കു ബില്ലാഹ്. അത് തൗബ ചെയ്തെങ്കിൽ മാത്രമേ അല്ലാഹു പുറത്തു കൊടുക്കൂ. തൗബ ചെയ്താൽ അതും അല്ലാഹു പുറത്തു കൊടുക്കും. പിന്നെയുണ്ട് മനുഷ്യരും തമ്മിലുള്ള ഇടപാടുകൾ. മനുഷ്യരും തമ്മിൽ ഇടപാടുകൾ നിങ്ങൾക്ക് വാങ്ങിച്ചും കൊടുത്തും, വായ്പ വാങ്ങിയിട്ടും അല്ലാതെയും നിങ്ങൾ ഇടപാടുകൾ നടത്തിയത്, അതാ മനുഷ്യരുമായി തീർക്കേണ്ട പ്രശ്നമാണ്. അല്ലാഹു പൊറുക്കില്ല, അവര് പുറത്തു തരുന്നത് വരെ. മൂന്നാമത്തേത്, നിങ്ങളും അല്ലാഹും തമ്മിലുള്ള പ്രശ്നങ്ങളാണ്. നിങ്ങളുടെ നിസ്കാരം ഖളാ ആയത്, നിങ്ങൾ നുണ പറഞ്ഞത്, നിങ്ങൾ ഇന്ന് സംഭവിച്ചു പോയ തെറ്റുകളെ, ഒരു മനുഷ്യനെ അവരുടെ ഹക്കുകളെ ബന്ധിക്കാത്ത, നിങ്ങളും പടച്ചവനും തമ്മിൽ മാത്രമുള്ള വിഷയങ്ങൾ, നിങ്ങൾ റമളാനിലെ നോമ്പിനെ നശിപ്പിച്ചത്, നിങ്ങളുടെ ഇബാദത്തിൽ അപാകതകൾ വന്നത്, ശരിക്കും ഒതു കൊടുക്കാതെ നിസ്കരിച്ചത്,
ഇങ്ങനെ തുടങ്ങി എന്തൊക്കെയുണ്ടോ ഇബാദത്തിൽ വരുന്ന തകരാറുകൾ, ഇത് നിങ്ങളും പടച്ചവനും തമ്മിലാണ്. യഗ്ഫിറു ലിമൻ യശാഉ വയുഅദ്ദിബു മൻ യശാ. അല്ലാഹു മാപ്പ് തരാം. അല്ലാഹു റഹ്മത്ത് ചെയ്യുന്നവനാണ്. അല്ലാഹുവിന് ശിക്ഷിക്കാനും അധികാരമുണ്ട്. അത് പക്ഷേ മനുഷ്യർക്കും പടച്ചവനും തമ്മിലുള്ള പ്രശ്നമാകയാൽ അത് എളുപ്പമാണ്. അല്ലാഹു ഗഫൂറാണ്, റഹീമാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ വചനം, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീആ. ഈ തെറ്റുകളിൽ ഏറ്റവും ഗുരുതരമായത് മനുഷ്യനെയും ബന്ധപ്പെടുത്തുന്ന പ്രശ്നങ്ങളാണ്. അതിൽ വലിയൊരളവോളം കേസ് കൊടുക്കലുകളാണ്. അത് ചെറിയ പരാതികൾ മുതൽ വലിയ കേസുകൾ വരെ, ഹൈക്കോർട്ടിലും സുപ്രീം കോർട്ടിലും അടക്കമുള്ള കേസുകൾ. അന്യായമായും നിങ്ങൾ ആരും ആരുടേതും ദുന്യാവിൽ വാക്സാമർത്ഥ്യം കൊണ്ടോ തന്റെ വക്കീലിന്റെ കഴിവ് കൊണ്ടോ നിങ്ങളുടേതല്ലാത്തത് നിങ്ങളെങ്ങാനും വാങ്ങിച്ചെടുക്കുകയാണെങ്കിൽ തീർച്ചയായും നരകത്തിന്റെ കഷ്ണമാണ് നിങ്ങൾ കൊണ്ടുവരുന്നത്. അത് സ്വർണമാകാം, അതൊരു തുണ്ട് ഭൂമിയാവാം, നിങ്ങൾക്ക് ലഭിക്കുന്നത് സമ്പത്താകാം, ക്യാഷാകാം, എന്തു തന്നെയാണെങ്കിലും പുണ്യ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, നിങ്ങളിൽ ചില ആളുകളെക്കാൾ വാക്സാമർത്ഥ്യമുള്ള ആളുകൾ കാണും. അതുകൊണ്ട് എൻ്റെ മുമ്പിലേക്ക് പരാതികളുമായി വരുമ്പോൾ നിങ്ങളുടെ സമർത്ഥനത്തിന്റെ കഴിവുകൊണ്ട് നിങ്ങളൊരു പക്ഷേ അന്യായവും നുണയുമാണ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് മറച്ചു വെച്ചുകൊണ്ട് ചില കാര്യങ്ങളെ സമർത്ഥിക്കാൻ കഴിഞ്ഞേക്കാം. ഇന്നമാ അന ബശറുൻ, ഞാൻ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്, ഞാനൊരു മനുഷ്യനാണ്. അതുകൊണ്ട് നിങ്ങളുടെ വാക്കുകളെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങളുടെ സമർത്ഥനം ശരിയാണെന്ന് ധരിച്ചുകൊണ്ട് ഞാനെങ്ങാനും നിങ്ങളുടെ സഹോദരന്റെ സമ്പത്ത് നിങ്ങൾക്ക് പതിച്ചു നൽകുകയാണെങ്കിൽ മനസ്സിലാക്കണേ, ഇന്നമാ യഖ്തതിഉ ജംറതൻ മിനന്നാർ, നരകത്തിന്റെ തീകഷ്ണമാണ് നിങ്ങൾ എന്നിൽ നിന്ന് കയ്യിൽ വാങ്ങിച്ചു കൊണ്ടുപോകുന്നത്. നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് അന്യായങ്ങളായ ഏതെല്ലാം കേസുകളുണ്ടോ പിൻവലിക്കാൻ മുഅ്മിനായ മനുഷ്യൻ തയ്യാറാവണം. ഒരാളും ഒരാളെയും ബുദ്ധിമുട്ടിക്കണ്ട. ഐനൽ ജബ്ബാറൂൻ ഐനൽ മുലൂക്ക് ഐനൽ മുതകബ്ബിറൂൻ, അധികാരം കയ്യാളിയവരൊക്കെ എവിടെ? അഹങ്കാരികളായി നടന്നവരെവിടെ? രാജാക്കന്മാരെവിടെ? സ്വാധീനം എവിടെ? മന്ത്രിമാരെവിടെ പോയി? അവരുടെയൊക്കെ സ്വാധീനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എന്തൊക്കെ വാരിക്കോരി നിങ്ങൾ കൂട്ടിവെച്ചു. ലിമനിൽ മുൽക്കുൽ യൗം മാലിക് യൗമിദ്ദീൻ. ഓരോ ദിവസവും 17 തവണ ഒരു മുസ്ലിമായ മനുഷ്യൻ 5 നേരത്തെ നിസ്കാരത്തിൽ ഓതുന്ന സൂറത്തുൽ ഫാത്തിഹയിലെ ഒരു ആയത്തല്ലേ ഇത്? 17 തവണ നിർബന്ധമായി നമ്മൾ ഓതുന്നുണ്ടത്. മാലിക് യൗമിദ്ദീൻ, പരമമായ നീതി നടപ്പാക്കപ്പെടുന്ന ദിവസത്തിന്റെ ഉടമസ്ഥനെ അല്ലാഹുവേ. ഈ ഒരൊറ്റ ആയത്തിന്റെ അർത്ഥം ആലോചിച്ചാൽ മനുഷ്യനോട് അന്യായം പെരുമാറാൻ തയ്യാറാകുമോ? മാലിക് യൗമിദ്ദീൻ, ആ മാലിക്കായ റബ്ബിനെ എനിക്ക് കണ്ടുമുട്ടേണ്ടതുണ്ട്. ആ പടച്ചതമ്പുരാൻ ഭൂമിയിൽ ഏതെങ്കിലും ഒരു കൊമ്പുണ്ടായിരുന്ന ആട്, കർണ ആയ ആട്, കൊമ്പില്ലാതിരുന്ന അജ്മ ആയ ഒരു ആടിനെ കുത്തി പരിക്കേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ കൊമ്പില്ലാതിരുന്ന ആടിന് കൊമ്പ് കൊടുത്തുകൊണ്ട് കൊമ്പുണ്ടായിരുന്ന ആടിന്റെ കൊമ്പ് എടുത്തു കളഞ്ഞിട്ട് ആ ആടിൽ നിന്ന് ആടിനോട് പ്രതികാരമെടുക്കാൻ അല്ലാഹു പറയുകയും ثم يقول لهن كوني ترابا, ഇനി മണ്ണായി പോയിക്കോളൂ എന്ന് ജന്തുജാലങ്ങളോട് പോലും നീതി നടപ്പാക്കുന്ന റബ്ബാണ് നമ്മൾ വിശ്വസിക്കുന്ന അല്ലാഹു. അതെന്താ നമ്മൾ മനസ്സിലാക്കാത്തത്? നമ്മൾ വിശ്വസിക്കുന്ന റബ്ബ് മാലിക് യൗമിദ്ദീനാണ്. ഈ വിശ്വാസമാണ് ഒരു മുസ്ലിമിനെ മുസ്ലിമാക്കുന്നത്. നമ്മുടേതല്ലാത്തത് എന്തിന് നമ്മൾ അവകാശം പറയണം? മറ്റുള്ളവന്റെ അവകാശം നമ്മൾ എന്തിന് പിടിച്ചു വെക്കണം? നമ്മൾ പിടിച്ചു വെച്ചാൽ അല്ലാഹു ഗസ്ബൻ അന്നാ വഅലാ റഗ്മി ഉനൂഫിനാ, നമ്മൾ സമ്മതിച്ചില്ലെങ്കിലും നമ്മൾക്ക് ആഗ്രഹമില്ലെങ്കിലും അല്ലാഹുവിനത് പിടിച്ച് പറിച്ചെടുത്ത് കൊടുക്കാൻ കഴിയുന്നവനാണ് അല്ലാഹു.
അങ്ങനത്തെ ഒരു ദിവസത്തെ കാത്തിരിക്കുകയാണ് നമ്മൾ. മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അതുകൊണ്ട് ഈ ഉമ്മത്ത് നീതിയുടെ ഉമ്മത്താണ്. മഹാനായ അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങളിൽ നിന്ന് കേട്ട ഒരു ഹദീസ് ഇമാം മുസ്ലിം എന്നവർ സ്വഹീഹിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറയുന്നു, പുന്നാര നബി തങ്ങൾ ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞു തരുമ്പോ ഞാൻ ശ്രദ്ധിച്ചു കേട്ടു. ലാ തഖൂമുസ്സാഅ ഇല്ലാ വറൂമു അക്തറുന്നാസ്. ലാ തഖൂമുസ്സാഅ, ലോകാവസാനം നടക്കുമ്പോൾ, ഈ പ്രപഞ്ചത്തിന്റെ അന്ത്യം കുറിക്കുമ്പോൾ റോമക്കാർ, അതായത് യൂറോപ്യന്മാർ ലോകത്തിന്റെ മുൻനിരയിലായിരിക്കും ഉണ്ടായിരിക്കുക എന്ന് ലോകത്തിന്റെ ഗുരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ തഖൂമുസ്സാഅ ഇല്ലാ വറൂമു അക്തറുന്നാസ്. റോം എന്ന് പറഞ്ഞാൽ യൂറോപ്യരാണ്. റോമൻ സാമ്രാജ്യം എന്ന് പറയുന്നത് പഴയകാലത്തെ കോൺസ്റ്റാന്റിനോപ്പിളാണ്. കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത് ഭൂമിയുടെ അതിർത്തി വെച്ച് നോക്കിയാൽ യൂറോപ്പിന്റെ ഭാഗമാണ്. പുറത്ത് ഏഷ്യയുടെ ഭാഗമുണ്ട്, അനാഡോളു എന്ന് പറയുന്ന ഏഷ്യയുടെ ഭാഗമുണ്ട് തുർക്കിക്ക്. പക്ഷേ വലിയൊരു ഭാഗം ഇപ്പുറത്ത് യൂറോപ്പിൻ്റെതാണ്. യൂറോപ്പിന്റെ സൈഡിലാണ് ഇന്നത്തെ തുർക്കിയുടെ അതാതുർക്ക് എയർപോർട്ട് കിടക്കുന്നത്. അതൊക്കെ യൂറോപ്യൻ ഭാഗമാണ്. പക്ഷെ വിസ വേണ്ടാതെ പോകാൻ പറ്റുന്ന യൂറോപ്പാണ്. ഷെങ്കൻ വിസ ആവശ്യമില്ലാത്ത യൂറോപ്പാണ് യൂറോപ്പിന്റെ ഭാഗമായ ജിയോഗ്രഫിക്കലി പാർട്ട് ഓഫ് യൂറോപ്പ്, ദ യൂറോപ്യൻ കൺട്രി തുർക്കി. അന്ന് റോം എന്നൊക്കെ പറയുന്നത് തുർക്കിയെ കുറിച്ചാണ്. തുർക്കി എന്ന് പറയുന്നത് വിശുദ്ധ ഹദീസിന്റെയും ഖുർആനിന്റെയും ഭാഷയിൽ റോം എന്നാണ് പറയുക. റൂം, സൂറത്തുർ റൂം എന്ന് പറഞ്ഞാൽ യൂറോപ്പ് എന്നാണ് ആ വാക്കിനർത്ഥം. യൂറോപ്യന്മാർ. പുന്നാര നബി തങ്ങൾ പറയാ, ലോകാവസാനം വരുമ്പോ യൂറോപ്യരായിരിക്കും ലോകത്ത് മുൻപന്തിയിൽ നിൽക്കുന്നത്. അതൊരു ഹദീസാണ്. വലിയൊരു അത്ഭുതമാണത്. എന്ന് പറഞ്ഞാൽ ഭൗതികതയിൽ, സയൻസിൽ, ടെക്നോളജിയിൽ, ആസ്ട്രോണമിയിൽ, ഓഷ്യാനോഗ്രഫിയിൽ ലോകത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി, ഏവിയേഷൻ ഇൻഡസ്ട്രി, ഏതെല്ലാം തരത്തിലുള്ള ലോകത്തെ വലിയ വലിയ ശാസ്ത്രശാഖകളുണ്ടോ അതൊക്കെ യൂറോപ്യരായിരിക്കും അതിൻ്റെ മുൻനിരയിലുണ്ടാവുക. അത് ഹദീസാണ്. ഖിയാമത്ത് നാളാകും അങ്ങനെ ആയിരിക്കും. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ, അല്ലേ? പടച്ചതമ്പുരാൻ മൂന്നെണ്ണമാണ് എന്ന് വിശ്വസിക്കുന്ന, ആ വിശ്വാസം വെച്ചു പുലർത്തുന്ന ആളുകൾ. പക്ഷേ അവർക്ക് അള്ളാഹു ഈ ലോകത്ത് അള്ളാഹു റഹ്മാനാണ്. വഴിപ്പെട്ടവരെയും വഴിപ്പെടാത്തവരെയും അള്ളാഹു റഹ്മത്ത് ചെയ്യുന്ന ഈ ലോകത്ത്, പരലോകത്ത് റഹീമാണ്, മുഅ്മിനീങ്ങളെ മാത്രം. അങ്ങനത്തെ റബ്ബ് പടച്ചതമ്പുരാനെ വിശ്വസിക്കാത്ത എത്രയോ ആളുകളുള്ളൊരു ലോകത്ത് ടെക്നോളജിയും സയൻസും ബുദ്ധിയും കഴിവും എല്ലാം കൊടുത്ത് പടച്ചതമ്പുരാൻ ഈ ലോകത്തവരോട് റഹ്മത്ത് ചെയ്തിട്ടുണ്ട്. അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു. സ്വഹാബികൾ പറയുകയാണ്, സ്വഹാബികൾ പറഞ്ഞു, ഹബീബായ നബിയേ, ഇത് വല്ലാത്ത അത്ഭുതമാണല്ലോ. ലാ തഖൂമുസ്സാഇ ഇല്ലാ വറൂമു അക്തറുന്നാസ്. അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹു ഹദീസ് പറയുമ്പോൾ അവിടുത്തെ സ്വഹാബികൾ ചോദിച്ചു, അഅൻത സമിഅ്തഹു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ഇത് പറയുന്നത് അംറു ബിൻ ആസ് തങ്ങളെ നിങ്ങൾ നേരിട്ട് കേട്ടതാണോ? ഖാല അജൽ, അതെ അതെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ സ്വഹാബി ചോദിച്ചു അംറു ബിൻ ആസ് തങ്ങളോട്, എന്തുകൊണ്ട്? സ്വഹീഹ് മുസ്ലിമിലെ ഹദീസാണത്. എന്തുകൊണ്ടാണ് യൂറോപ്യർ ലോകത്ത് മുന്നിൽ വരുന്നത്? ലിഅർബഇ സിഫാത്തിൻ, 4 ഗുണങ്ങൾ അവർക്കുണ്ടായിരിക്കും എന്ന് പറഞ്ഞതിൽ 5ാമത്തെ ഒരു ഗുണം, വഖാമിസു ഖംസത്തിൻ അംനഉഹും മിൻ ദുൽമിൽ മുലൂക്. അതിനു മുമ്പ് പറഞ്ഞതൊക്കെ മിസ്കീന്മാരോട് കരുണയുള്ളവരായിരിക്കും അവര്. ഒരു യുദ്ധം കഴിഞ്ഞാൽ അടുത്ത ഒരു യുദ്ധത്തിന് കോപ്പുകൂട്ടുന്നവരാണവർ.
ഒരു പ്രതിസന്ധി നടക്കുമ്പോൾ ആ പ്രതിസന്ധിയെ എങ്ങനെ നേരിടണം എന്നറിയുന്നവരാണവർ. ഇതൊക്കെ പറഞ്ഞത് നാലാമത്തേത് പറഞ്ഞു, فإنهم أمنعهم من ظلم الملوك. അവരുടെ ഭരണാധികാരികൾ ദുൽമ് ചെയ്താൽ, അനീതി ചെയ്താൽ ആ അനീതിയെ പൊറുപ്പിക്കാത്തവരാണവര്. അനീതി ചെയ്താൽ they cannot tolerate injustice, they cannot tolerate oppression. ഒരിക്കലും അനീതിയെ സഹിക്കാൻ പറ്റാത്ത ആളുകളാണ് യൂറോപ്യർ. അതുകൊണ്ടാണ് അവർ ലോകത്തിന്റെ മുൻനിരയിൽ വരുന്നത്. അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു, അവര് യതീമുകളെയും മിസ്കീന്മാരെയും സഹായിക്കുന്നവരാണ്. ഇപ്പൊ ലോകത്ത് വലിയ വലിയ യൂണിസെഫ് അടക്കമുള്ള യുണൈറ്റഡ് നേഷൻസിന്റെ ഇനീഷ്യേറ്റീവ്സ്, പിന്നെ റെഡ് ക്രോസ് സൊസൈറ്റി ഉണ്ട്, ലോകത്ത് വലിയ ചാരിറ്റി സംവിധാനമാണ്. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ റെഡ് ക്രസന്റ് സൊസൈറ്റി ഉണ്ട്. ഈ റെഡ് ക്രോസ് സൊസൈറ്റി ലോകത്തിന്റെ എല്ലാ ഭാഗത്തും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വതന്ത്ര ഒരു NGO ആണ്, നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷനാണ്. അത് വെള്ളപ്പൊക്കം ഉണ്ടായാലും, ഭൂമി കുലുക്കുണ്ടെങ്കിലും, യുദ്ധമാണെങ്കിലും, ഗസയിൽ പോലും എത്രയോ യൂറോപ്യൻ സംഘടനകൾ തലയിലേക്ക് ബോംബ് വീണുകൊണ്ടിരിക്കുന്ന ആ ഇടങ്ങളിൽ ചെന്ന് അവിടുത്തെ ആളുകൾക്ക് മരുന്നും ഭക്ഷണവും കൊടുക്കാൻ പോയിട്ടുണ്ട്, അല്ലേ? നമ്മുടെ സമൂഹത്തിലെ ആളുകൾ എത്തുന്നതിന്റെ മുമ്പ് യൂറോപ്യരായ ആളുകൾ ഫലസ്തീനിന്റെ കൊടി പിടിച്ച് പുതച്ചിട്ട് ആ നാട്ടിലേക്ക് പോയിട്ടുണ്ട്. ഇത് അവരുടെ ഒരു ക്വാളിറ്റിയാണെന്ന് ആര് പറയാ? സ്വഹാബിയായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. നമ്മുടെ വിഷയവുമായി ബന്ധിക്കുന്നത് അവരിലെ മറ്റൊരു ഗുണം അംനഉഹും മിൻ ദുൽമിൽ മുലൂക്ക്. ഏത് സമൂഹത്തെക്കാളും, നമ്മളൊക്കെ ഏഷ്യൻ രാജ്യങ്ങളിൽപ്പെട്ട ആളുകളാണ്, ഏഷ്യൻസ് ആണ്. മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളുണ്ട്, ഫാർ ഈസ്റ്റേൺ രാജ്യങ്ങളുണ്ട്. യൂറോപ്യരുണ്ട്, വെസ്റ്റേൺസ് ഉണ്ട്, ഓസ്ട്രേലിയൻസ് ഉണ്ട്. ലോകത്ത് പല ഭൂമിയുടെ പല ഭാഗങ്ങളിലും ജീവിക്കുന്ന ആളുകൾ. പക്ഷേ ഈ യൂറോപ്യരെ പോലെ അനീതിയെ വെച്ചുപുറപ്പിക്കാത്ത ആളുകൾ വേറെ ഉണ്ടാവില്ല. ബാക്കിയുള്ളവരൊക്കെ കുറേ സഹിച്ചു കൊണ്ടുനടക്കും. നമ്മുടെ നാട്ടിലാണെങ്കിലും അവരുടെ പ്രതിരോധം പോലെ ഒരു മനക്കരുത്ത്, അനീതിയെ വെച്ചുപുറപ്പിക്കില്ല. അത് ഭരണാധികാരിയാണെങ്കിൽ അവരെ പിടിച്ച് താഴെ ഇറക്കും. അനീതിയെ വെച്ചുപുറപ്പിക്കാത്ത ആളുകളാണ് യൂറോപ്യർ. അതുകൊണ്ടാണ് ലോകാവസാനമാകുമ്പോൾ അവർ സമൂഹങ്ങളുടെ മുൻനിരയിൽ വരുന്നത് എന്ന് മഹാനായ സ്വഹാബി അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, ഞാൻ ഈ പറഞ്ഞത് സ്വഹീഹ് മുസ്ലിമിൽ കാണാൻ കഴിയും. മഹാനായ സ്വഹാബി അവറുകൾ പറയുന്ന വാക്കാണത്. എന്തുകൊണ്ടെന്നറിയോ? ഹബീബിന്റെ ഉമ്മത്തിൽ നിന്ന് ചില പാഠങ്ങൾ പഠിക്കാനാണ്. ഹബീബിന്റെ ഉമ്മത്ത് ഇവിടെ പഠിക്കണം. ഹബീബിന്റെ ഉമ്മത്ത് നീതിയുടെ പക്ഷം ചേർന്ന് നിൽക്കേണ്ട ആളുകളാണ്. അവരുടെ വീടിൽ, അവരുടെ നാടിൽ, അവരുടെ മഹല്ലുകളിൽ, അവരുടെ മസ്ജിദിനകത്ത്, അവരുടെ മദ്രസക്കുള്ളിൽ, അവരുടെ നിത്യ ജീവിതത്തിൽ, കൂട്ടുകാരോടുള്ള ജീവിതത്തിൽ ഒക്കെ നീതിയുടെ പാഠം പഠിക്കേണ്ടവരാണ് നമ്മൾ. അത് പഠിപ്പിക്കാൻ വന്നവരാണ് നമ്മൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أم يخافون أن يحيف الله عليهم ورسوله. നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ അല്ലാഹുവും അവന്റെ റസൂലും നിങ്ങളോട്, മനുഷ്യരോട് അനീതി ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഇസ്ലാമിക സമൂഹത്തിനിടയിൽ നിന്ന് ഉയർത്തിരിഞ്ഞു വന്ന ആദ്യത്തെ ബിദ്അത്തിന്റെ ശബ്ദമായിരുന്നു ഖവാരിജുകളുടെ പുറപ്പെടല്. ആ ഖവാരിജുകളുടെ നേതാവിന്റെ ഒരു വിഷയം പരിശുദ്ധ ഹദീസിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും. അല്ലാഹുവിന്റെ റസൂലിനോട് മുഹമ്മദ് നബിയെ, നിങ്ങൾ നീതി പാലിക്കണമെന്ന് ലോകത്തെ നീതി പഠിപ്പിക്കാൻ വന്ന ഗുരുവിനോട്, അഷ്റഫുൽ ഖൽഖിനോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാൻ പാടില്ലാത്ത ഒരു വാക്ക് ഈ ഖവാരിജുകളുടെ നേതാവ് പറഞ്ഞത് ഇടം മുതലാണ് ആ മനുഷ്യന്റെ പരമ്പരയിൽ വന്ന ആളുകളിൽ ശുഉമുണ്ടായത്, അവലക്ഷണമുണ്ടായത്, പരാജയങ്ങൾ കണ്ടുവന്നത്. ഹബീബാ നബി തങ്ങൾ യുദ്ധമുതലുകൾ ഓഹരി വെച്ചു കൊടുക്കുമ്പോൾ ഇയാൾ വന്ന് പറഞ്ഞു, യാ മുഹമ്മദ്, ഹാദിഹി ഖിസ്മത്തുൻ മാ ഉരീദ ബിഹാ വജ്ഹുല്ലാഹ്. അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി അല്ലല്ലോ ഈ വിതരണം ചെയ്യുന്നത് എന്ന്
മുത്തുനബി തങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഹബീബ് ക്ഷമയോടുകൂടെ പറഞ്ഞൊരു വാക്കുണ്ട്, ഇല്ലം അഅദിൽ ഫമൻ യഅദിൽ. ഞാൻ നീതി പാലിച്ചില്ലെങ്കിൽ ആരാണ് ഇവിടെ നീതി പാലിക്കുക? എന്നിട്ടൊരു വാക്ക് ഹബീബ് പറഞ്ഞു, റഹിമല്ലാഹു അഖീ മൂസ. എന്റെ സഹോദരൻ മൂസ നബിയെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ലഖദ് സ്വബറ അലാ ശദ്ദ മിൻ ഹാദാ. ഞാൻ ഈ കേട്ടതിനേക്കാളും എത്രയോ പ്രയാസമുള്ള വാക്കുകൾ എന്റെ സഹോദരൻ മൂസ നബിക്ക് കേൾക്കേണ്ടി വന്നുവല്ലോ. എന്റെ പ്രവാചകനായ എന്റെ സഹോദരനായ മൂസ നബിയെ അല്ലാഹു തആല റഹ്മത്ത് ചെയ്യട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إنما وليكم الله ورسوله والذين آمنوا. إنما وليكم الله ورسوله والذين آمنوا الذين يقيمون الصلاة ويؤتون الزكاة وهم راكعون. ومن يتول الله ورسوله والذين آمنوا فإن حزب الله هم الغالبون. فإن حزب الله هم الغالبون. മനുഷ്യരുടെ സത്യവിശ്വാസികളുടെ എല്ലാ തരത്തിലുമുള്ള സംരക്ഷണം അല്ലാഹു ഏറ്റെടുത്തിരിക്കുന്നു. അല്ലാഹും റസൂലും മുഅ്മിനീങ്ങളും സത്യവിശ്വാസികളുടെ വലിയുകളാണ്. അല്ലദീന യുഖീമൂനസ്സലാഹ്, നിസ്കാരം നിലനിർത്തുന്നവർ. സകാത്ത് നൽകുന്ന മുഅ്മിനീങ്ങൾ. വഹും റാക്കിഊൻ, അല്ലാഹുവിന്റെ ഇബാദത്തിലായി നിലകൊള്ളുന്ന സജ്ജനങ്ങളായ മനുഷ്യർ. ആ മനുഷ്യർ മുഅ്മിനീങ്ങൾക്ക് സഹായികളാണ്. മുഅ്മിനീങ്ങൾക്ക് സഹായികളാണ്. മുഅ്മിനീങ്ങളായ ആളുകളുടെ കൈകാര്യകർത്തൃത്വം അല്ലാഹു അവരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അനാവശ്യമായി ശിർക്കും കുഫറൊക്കെ ആരോപണങ്ങൾ നടക്കുമ്പോ സൂറത്തുൽ മാഇദയിലെ ഈ ആയത്തുകളുടെ ഉൾസാരങ്ങളിലേക്കൊന്ന് ഇറങ്ങി നോക്കിയാൽ കുറേയേറെ അവ്യക്തതകൾ മാറിക്കിട്ടും. ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂൽ. നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് ആഴത്തിൽ കിടക്കുന്നില്ല. അല്ലാഹു ജല്ല ജലാലു മനുഷ്യരുടെ സമാധാനത്തിന് എന്തൊക്കെയാണോ വേണ്ടത്, ആ വേണ്ടതെല്ലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇവിടെ സംവിധാനിച്ചു വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ ആവശ്യമായ നിയമങ്ങള്, അനുഷ്ഠാനങ്ങള്, ആചാരങ്ങള് എല്ലാം അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. എല്ലാം നമ്മളെ പഠിപ്പിച്ചു ഒന്നൊന്നായിട്ട്. എന്നിട്ട് ഹബീബാ നബി തങ്ങൾ പറഞ്ഞു, ഇവിടെ സത്യവിശ്വാസികൾക്കും അല്ലാത്തവർക്കും മനുഷ്യരായ മനുഷ്യർക്ക് മുഴുവനും നീതി വേണം. എല്ലാവരും നീതിയുടെ പാഠം പഠിക്കണം. ഹബീബിന്റെ അനുയായികളായ ഖലീഫമാർ ലോകത്തിന് നീതി നടപ്പാക്കി കൊടുത്ത ആളുകളാണ്. അതും രാജ്യങ്ങൾ അവരുടെ കീഴിൽ, അവരുടെ ഭരണത്തിന് കീഴിൽ വന്നപ്പോ, ഒരു രാജ്യമല്ല, ഒരു മഹല്ലല്ല, ഒരു സംസ്ഥാനമല്ല, സംസ്ഥാനങ്ങളല്ല, രാജ്യങ്ങൾ അവരുടെ കൈകളിലേക്ക് വന്നപ്പോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നീതിയെ സംബന്ധിച്ചുള്ള ദീർഘമായ ഒരു കത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഗവർണറായിരുന്ന മഹാനായ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിന് അയച്ചു കൊടുത്തത് നമ്മുടെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മഹാനായ അമീറുൽ മുഅ്മിനീൻ ഷഹീദുൽ മിഹ്റാബ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. വല്ലാത്ത അത്ഭുതമാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകൾ ഇങ്ങനെ, തങ്ങൾ തന്നെ പറഞ്ഞു, എനിക്ക് ശേഷം ഒരു നബിയുണ്ടെങ്കിൽ അത് ഉമറായിരുന്നേനെ എന്ന്. വലാകിൻ ലാ നബിയ ബഅദി, പക്ഷെ എന്റെ ശേഷം മറ്റൊരു പ്രവാചകനില്ല. അങ്ങനത്തെ വാക്കുകൾ ഉമർ തങ്ങളുടെ വായിലൂടെ ഇങ്ങനെ വരും. മഹാനവറുകൾ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ഇന്ന മിൻ ഉമ്മതി ലമുഹദ്ദസീന വമുകല്ലമീൻ വമിൻഹും ഉമർ. എന്റെ സമൂഹത്തിൽ അല്ലാഹു നേരിട്ട് ഇൽമു കൊടുക്കുന്ന ആളുകളുണ്ട്. അല്ലാഹുവിന്റെ മലക്കുകളാൽ ഇൽമു ലഭിക്കുന്ന ആളുകളുണ്ട്.
ഇൽഹാമിലൂടെ കിട്ടുന്നവരുണ്ട്, ലദുന്നിയ ഇൽമ ലഭിക്കുന്നവരുണ്ട്. അവരിൽപ്പെട്ട ആളാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. മഹാൻ അബൂ മൂസൽ അശ്അരി തങ്ങൾക്ക്, അബൂ മൂസൽ അശ്അരി തങ്ങൾ യമനിയാണ്. ഹബീബായി തങ്ങൾ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന സഹാബിയാണ്. നല്ല ഖുർആൻ പാരായണം ചെയ്യുന്ന കുടുംബമാണ് അശ്അരികൾ. യമനിൽ നിന്ന് ഹിജറ ചെയ്തു വന്നവരാണ്. യമനിൽ നിന്ന് അബൂ മൂസൽ അശ്അരി തങ്ങളും സംഘവും എത്യോപ്യയിലേക്ക് പോയി. അവിടേക്ക് ഹിജറ പോയ സഹാബിമാരെ കണ്ടു. അവരോടൊപ്പം മദീനയിലേക്ക് വീണ്ടും പലായനം ചെയ്തു. അങ്ങനത്തെ 2 ഹിജറ, യമനിൽ നിന്ന് ഹബശയിലേക്ക്, ഹബശയിൽ നിന്ന് മദീനയിലേക്ക്, അങ്ങനെ ഒരു 2 യാത്രകൾ ചെയ്ത മഹാന്മാരാണ് അശ്അരികളായ യമനികൾ. അവരുടെ നേതാവാണ് അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു. ഉമർ തങ്ങളുടെ കാലം, ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയാണ്. അതുകൊണ്ട് അബൂ മൂസൽ അശ്അരി തങ്ങളോട് പറഞ്ഞു, ആസി ബൈനന്നാസി ഫീ മജ്ലിസിക്, അംർ ഇബ്നുൽ ആസ്, നിങ്ങളുടെ മജ്ലിസിൽ ജനങ്ങൾക്ക് സമാധാനം ലഭിക്കണം. നിങ്ങളുടെ മജ്ലിസ്, ഇറ്റ് ഷുഡ് ബി ദി പ്ലേസ് ഓഫ് പീസ് ആൻഡ് ട്രാങ്ക്വിലിറ്റി. സമാധാനവും ശാന്തിയുമുള്ള മജ്ലിസാകണം നിങ്ങൾ ചെയർ ചെയ്യുന്ന, നിങ്ങൾ അധ്യക്ഷനായിരിക്കുന്ന സദസ്സ് അബൂ മൂസ സമാധാനം കിട്ടുന്ന സദസ്സായിരിക്കണം. അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവരുത്. വവജ്ഹിക വഖളാഇക, അബൂ മൂസ നിങ്ങളുടെ മുഖത്ത് സമാധാനം കാണണം. നിങ്ങളുടെ മുഖത്ത് സമാധാനം കാണണം. നമുക്കറിയോ, ഒരു മനുഷ്യന്റെ മുഖം, ആ മുഖം അള്ളാഹു തരുന്നതാ അല്ലേ? ആ മുഖത്തൊരു പുഞ്ചിരി വിടർത്താൻ വല്ല ചെലവുണ്ടോ? ഓരോ പുഞ്ചിരിയും സ്വതക്കയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ പുഞ്ചിരിക്കുന്നത് 10 ആള് കണ്ടാൽ ആ 10 മുഅ്മിന് നിങ്ങൾ ദാനം ചെയ്ത കൂലിയാണ്. അതൊരു 100 ആളോട് നിങ്ങൾ പുഞ്ചിരിച്ചു, 100 ആൾക്ക് ദാനം ചെയ്ത കൂലിയാണ്. നമ്മൾ ഇങ്ങനെ പിശുക്കുന്ന ഒരു ഭാഗം വേറെ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുന്ന സ്വതക്ക അതും കൊടുക്കാൻ തയ്യാറല്ല. പുഞ്ചിരിച്ച സ്വതക്കയാണ്. വതബസ്സുമുക ഫീ വജ്ഹി അഖീക ലക സ്വതഖ. ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളുടെ സഹോദരനെ കാണുമ്പോഴേ, ഒരു മനുഷ്യനെ കാണുമ്പോൾ നല്ല പുഞ്ചിരിക്കുന്ന മുഖവുമായി നിങ്ങൾ കാണുന്നത് നിങ്ങൾക്ക് സ്വതക്കയാണ്, ദാനമാണ്. അതെന്തെന്നറിയോ? പൈസ കൊടുത്തവരൊക്കെ സന്തോഷം കിട്ടിയേക്കും അല്ലേ? പൈസ കിട്ടിയാൽ മാത്രമേ സന്തോഷം ഉണ്ടാവുള്ളൂ, അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ഒരു നല്ല ഒരു മുഖം, ഒരു ചിരിക്കുന്ന, പുഞ്ചിരിക്കുന്ന ഒരു മുഖം കണ്ടാൽ അത് സന്തോഷം തരുന്നില്ലേ? ഇല്ലേ? മനസ്സിന് കുളിർമ ലഭിക്കുന്നില്ലേ? അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു മാദ്ദിയായ ടാഞ്ചിബിൾ, പൈസയോ സാധനമോ ഗിഫ്റ്റോ കിട്ടുന്നത് പോലെ, അല്ലെങ്കിൽ അതിലേറെ ഒരു പക്ഷേ ഒരു മനുഷ്യന്റെ പുഞ്ചിരിക്കുന്ന മുഖം കണ്ടാൽ സന്തോഷം ഉണ്ടാവും. അതുകൊണ്ട് ഹബീബിന്റെ മുത്തുനബിയുടെ ഉമ്മത്തികളായ നമ്മൾ മുഖത്ത് പുഞ്ചിരി കൊണ്ട് സ്വതക്ക ദാനം ചെയ്യേണ്ടവരാണ്. സ്വതക്ക ചെയ്യാൻ നമുക്ക് അവസരം തന്നിരിക്കുകയാണ്, അത് നഷ്ടപ്പെടുത്തണ്ട. ഇപ്പൊ എത്ര ദിവസം കഴിഞ്ഞുപോയി നമ്മുടെ ജീവിതത്തിൽ, ഇനി മരിക്കോൾ എത്ര ദിവസം ഉണ്ടെന്ന് ബാക്കിയില്ല, നമുക്കറിയില്ല എത്രയാ ബാക്കിയുള്ളതെന്ന്. ആ ദിവസങ്ങൾ പുഞ്ചിരിച്ചോളൂ മുഅ്മിനീങ്ങളെ, പുഞ്ചിരിച്ചോളൂ. ദുന്യാവിൽ ടെൻഷൻ ഇല്ലാത്ത ആരും ഉണ്ടാവില്ല, ദുന്യാവിൽ പ്രശ്നമില്ലാത്തവരാരാ? ഈ പ്രശ്നങ്ങളൊക്കെ നമ്മളിങ്ങനെ തലയിലേറ്റി നടന്ന മരിക്കണവരെ പുഞ്ചിരിക്കുക എന്ന് പറഞ്ഞ സ്വതക്കിട്ടാൻ വല്ല വകുപ്പുണ്ടാവുമോ? നമുക്കൊക്കെ പ്രശ്നങ്ങളുണ്ട്. എനിക്ക് എൻ്റെതായ 100 കണക്കിന് പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾക്കൊക്കെ പ്രശ്നങ്ങളുണ്ടായിരിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ടെൻഷൻ നാട്ടുകാരോട് ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് മുഖം കറുപ്പിച്ച് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? ആ കാണുന്ന ആളെ കാണുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് ഡിപ്രഷനായി. ഒരാൾ സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ടാൽ, ദുഃഖിതനായി മുഖം കറുപ്പിച്ചിരിക്കുന്നത് കാണുന്നവർക്ക് ഡിപ്രഷൻ അടിക്കുന്ന. നേരെ മറിച്ച് ഇന്നെങ്ങനെയുണ്ട്? അൽഹംദുലില്ലാ, എന്തു റാഹത്ത്, നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, എന്ത് റാഹത്തുള്ള ദിവസമാണ് എന്നൊരാൾ പറയുന്നതും, ഇന്ന് ഒരു കോണമല്ല ഇന്നത്തെ ദിവസം എന്നൊരാൾ പറയുന്നതും വ്യത്യാസമല്ലേ? ഈ ജോലി സ്ഥലത്തൊക്കെ ഉണ്ടാവും അങ്ങനെ ഉസ്താദെ എങ്ങനെ പറയണ്ട, ഒരാൾ അങ്ങനെ പറയും. ഇപ്പുറത്ത് എങ്ങനെയുണ്ട് ഉസ്താദെ? അൽഹംദുലില്ലാ. എന്തപ്പോ നമുക്ക് എന്ത് കുറവാണുള്ളത് പറയുമ്പോൾ ഒരുപാട് പ്രശ്നമുള്ള ആളായിരിക്കും. ആ 2 മറുപടിയും നമ്മുടെ ജോലി ചെയ്യുന്ന എനർജിയെ വരെ ബാധിക്കുന്നതാണ്. ഒന്ന് ഉഷാറാക്കും, ഒന്ന് പിന്നെ ഞാനും ഇങ്ങനെ തന്നെ മതി എന്ന് തോന്നുന്നു. അതുകൊണ്ട് പുണ്യനബി തങ്ങൾ ഖാന വദ്ദാഅൻ, ഹബീബിന്റെ മുഖം എപ്പോഴും പ്രശോഭിതമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ജരീർ ഇബ്നു അബ്ദുല്ലാഹിൽ ബജലി റളിയല്ലാഹു അൻഹു പറയാൻ, മാ റആനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ തബസ്സമ ഫീ വജ്ഹി, ഞാൻ ഹബീബിനെ കാണുമ്പോഴൊക്കെ എൻ്റെ ഹബീബ് പുഞ്ചിരിച്ചതാണ് എനിക്ക് ഓർമ്മയുള്ളതെന്ന് മഹാനായ യൂസുഫ് സ്വഹാബ
ജരീർ ഇബ്നു അബ്ദില്ലാഹിൽ ബജലി റളിയല്ലാഹു അൻഹു. ഹബീബ് അങ്ങനെയായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾക്ക് എന്തൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വെറുതെ ഇരിക്കാൻ സമയം കിട്ടിയിട്ടുണ്ടോ? അതുകൊണ്ട് അബൂ മൂസ, നിങ്ങളുടെ മുഖം, നിങ്ങളുടെ മജ്ലിസ്, വഖളായിക, നിങ്ങളുടെ വിധികൾ എല്ലാം ജനങ്ങൾക്ക് സമാധാനം നൽകുന്നതാവണം. ആരാ പറയുന്നത്? അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഗവർണർക്ക് അയക്കുന്ന കത്ത നിങ്ങളുടെ മുഖം കണ്ടാൽ ജനങ്ങൾക്ക് സമാധാനം കാണണമെന്ന്. സുബ്ഹാനല്ലാഹ്. അതാണ് നമ്മുടെ നേതാവ് അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്നിട്ടൊരു കാര്യം പറഞ്ഞു, ولا يمنعك قضاء قضيته فيه بالأمس فراجعت فيه نفسك فهديت فيه إلى رشدك أن ترجع إلى الحق. അബൂ മൂസ അശ്അരി, ഇന്നലെ നിങ്ങൾ വിധി പറഞ്ഞു എന്നിരിക്കട്ടെ, ആ വിധി തെറ്റായിരുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ പറഞ്ഞ വിധി തെറ്റാണ് എന്ന് പറയാൻ സമ്മതിക്കാൻ അബൂ മൂസ നിങ്ങൾ മടി കാണിക്കരുതേ. നമ്മൾ പലരും അങ്ങനെയാ പറയാ, ദേഷ്യപ്പെട്ടിട്ട് പറയേ, ഞാൻ മരിച്ചാൽ എന്റെ മയ്യത്ത് പോലും അവനെ കാണിച്ചു കൊടുക്കരുത് എന്ന്. യാ അല്ലാ, എന്ത് വർത്താനാണ് അതൊക്കെ? എന്തിനാ അങ്ങനെയൊക്കെ പറയണത്? ഞങ്ങനെ പറഞ്ഞു പോയി എന്ന് വിചാരിക്ക, ഒന്ന് തിരുത്ത. ഞാൻ അപ്പ ആ ദേഷ്യത്തിൽ പറഞ്ഞതാണ് കേട്ടോ. അങ്ങനെ ഒരു വെറുപ്പോ ദേഷ്യമൊന്നും എനിക്ക് അയാളോടില്ല. തിരുത്തണം, മരണത്തിന്റെ മുമ്പ് തിരുത്തണം. വലിയ രസം എന്താണെന്നറിയോ? മയ്യത്ത് കൊണ്ടുവച്ചാൽ മെഹ്റാബിന്റെ മുമ്പിൽ ജനാസക്ക് കൊണ്ടുവന്ന് നിർത്തിയാൽ ഓരോരുത്തരിങ്ങനെ പറയും, പഠിച്ചവനെ നല്ല മനുഷ്യനായിരുന്നു കേട്ടോ, നല്ലൊരു മനുഷ്യനാപ്പി മരിച്ചെടുക്കണത്. അയാൾ അങ്ങനെ പള്ളിക്ക് ആദ്യം വരുന്ന ആളെ, ഹൗദ് ക്ലീനാക്കുന്ന ആളായിരുന്നു, മുക്രിക്കാനെ വിളിച്ചോണ്ടുന്ന ആളായിരുന്നു, ഏതൊരു കാര്യത്തിനും സഹായിക്കുന്ന ആളായിരുന്നു. ജീവിച്ചിരിക്കുന്ന കാലം നിങ്ങൾ ഈ നല്ല വർത്തമാനം ആ മയ്യത്തിനായി കിടക്കുന്ന മനുഷ്യനോട് പറയാറുണ്ടോ? അപ്പോഴല്ലേ ആ മനുഷ്യ അതുകൊണ്ട് കാര്യമുള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇതൊന്നും പറയില്ല. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കോള എഴുതും, പിന്നെ സ്മരണിക, പിന്നെ അനുസ്മരണം. ജീവിച്ചിരിക്കുന്ന കാലത്ത് ഫുള്ള് ഫിത്തിനെ പറയാം. മരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ആളെയ്ത്. എന്തിനാ നമ്മൾ അങ്ങനെ ചെയ്യും? ജീവിച്ചിരിക്കുമ്പോൾ പറഞ്ഞു കൊടുത്തൂടെ? ജീവിച്ചിരിക്കുമ്പോ മനുഷ്യനെ പറ്റി ഖൈർ പറയണ്ടേ? അവിടെ മുഖത്ത് നോക്കി പറയണ്ട, പക്ഷെ മറ്റുള്ളവരോട് പറഞ്ഞൂടെ? അതെന്തൊരു വലിയ നന്മയാണ്. ആരെയും മുന്നിലിരുത്തിയിട്ട് പുകഴ്ത്താൻ പാടില്ല എന്നാണ്. അത് നമ്മുടെ രീതിയല്ല. പക്ഷെ ഒരാളുടെ അയാളുടെ പ്രസൻസിലല്ല, പക്ഷെ അയാളെ കുറിച്ച് നല്ലത് പറയാം. അതയാൾ ചിലപ്പോൾ അറിഞ്ഞെന്ന് വരും, അറിഞ്ഞില്ല എന്ന് വരും. അറിയുമ്പോൾ അയാൾക്ക് ഇഷ്ടമായി എന്ന് വരും, സന്തോഷമായി എന്ന് വരും. അതൊന്നും പ്രശ്നമില്ല. അയാളുടെ മുമ്പിൽ വെച്ചിട്ട് അയാളെ പുകഴ്ത്താൻ പാടില്ല. പക്ഷേ ഒരാളുടെ ബാക്കിൽ നിന്നുകൊണ്ട് അയാളെ പുകഴ്ത്തണമെന്ന, ഒരു മനുഷ്യന്റെ നന്മകൾ പറയണമെന്ന നമ്മുടെ ശരീഅത്ത് അങ്ങനെയാണ്. നമ്മളതൊന്നും പറയൂല. മരിച്ചു കഴിഞ്ഞാൽ അളിയൻ അങ്ങനെയായിരുന്നു, അളിയൻ ഇങ്ങനെയായിരുന്നു, ഏട്ടമ്പതിയാപ്പിൾ എങ്ങനെയായിരുന്നു. ജീവിച്ചിരിക്കുമ്പോൾ പോയി പറയേ, ജീവിച്ചിരിക്കുമ്പോൾ പോയിട്ട് സന്തോഷിപ്പിക്കും. മരിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ കാണാൻ, ആ രോഗി 10 കൊല്ലമായിട്ട് രോഗശൈലിയിൽ കിടക്കുമ്പോൾ തിരിഞ്ഞു നോക്കാതെ, പോയി നോക്കാതെ, ഒന്ന് സലാം പറയാതെ അയാൾ മരിച്ചു എന്ന് പറയുമ്പോൾ അങ്ങോട്ട് വണ്ടി എടുത്ത് വരും. എല്ലാവരും വരണ്ടെന്നല്ല ഞാൻ പറയണത്. ആ മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ ആളുടെ മുഖം കണ്ടാൽ അറിയുന്നൊരു സമയത്ത് ഇതിൽ എത്ര പേര് പോയി നോക്കിയിട്ടുണ്ടാവും? നമ്മൾ ആലോചിച്ച് നോക്കൂ. നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാണ്ട്, നമുക്കൊന്ന് ഇറങ്ങി നടക്കാനാവാതെ ഒരു രോഗശൈലിയിൽ കിടക്കുമ്പോൾ തൻ്റെ കൂട്ടുകാരും, കൂടെ പഠിച്ചവരും, കൂടെ കളിച്ചവരും, കൂടെ ജോലി ചെയ്തവരും, കൂടെ നടന്നവരും ഒക്കെ ഒന്ന് വന്ന് കാണുമ്പോൾ ആ രോഗി കിട്ടുന്ന വലിയൊരു സന്തോഷമല്ലേ? രോഗിയെ സന്ദർശിക്കൽ എത്ര വലിയ കൂലിയാണ്. അപ്പൊ തിരിഞ്ഞു നോക്കൂല. എന്നിട്ട് വല്യമ്മ മരിച്ചു എന്ന് പറയുമ്പോൾ അവിടെ ഓടിയെത്തും, അല്ലേ? ജീവിച്ചിരിക്കുമ്പോൾ ചെല്ലും, മരിച്ചിട്ടും ചെല്ലണം, പക്ഷെ ജീവിച്ചിരിക്കുമ്പോഴും ചെല്ലണം. ഒരു മനുഷ്യന് സന്തോഷം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിലും വലിയ ഇബാദത്ത് വേറെ ഇല്ല എന്ന് പോലും ഹദീസിൽ വന്നിട്ടുണ്ട്. അത്ര വലുതാണ്. സുറൂറുൻ തുദ്ഖിലുഹു അലാ ഖൽബിൽ മുഅ്മിൻ, ഒരാൾക്ക് സന്തോഷം നൽകുന്നത് അത്രമേൽ അല്ലാഹുവിന് ഇഷ്ടമാണ്. ഉമർ തങ്ങൾ പറയാൻ, അബൂ മൂസ, നിങ്ങൾ ഇന്നലെ പറഞ്ഞ വിധി, നിങ്ങളുടെ വിധിന്യായം ശരിയല്ലായിരുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അത് തിരുത്താൻ മടിയുണ്ടാവരുതേ. പച്ചയിൽ എണീറ്റ് പറയണം, ഞാൻ പറഞ്ഞത് ശരിയല്ലായിരുന്നു. എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല, അങ്ങനെ പറയണം. فإن الحق قديم لا ينقضه شيء. لا വാക്കാണ്. These words have to be written by a golden pen, golden ink. فإن الحق قديم, because the truth is ancient. സത്യം അതിപുരാതനമാണ്. لا ينقضه شيء, nothing can nullify it. സത്യത്തെ മൂടിവെക്കാൻ ഒന്നിനും കഴിയൂല. സത്യം സത്യമാണ്.
അത് ഇന്ന് നേരത്തെ പറഞ്ഞാൽ അത്രയും നല്ലത്. സത്യം മറച്ചു വെക്കരുത്. സത്യം ഏറ്റവും പഴയതാണ്, സത്യം അതിപുരാതനമാണ്, സത്യം എന്നെന്നും പഴക്കമുള്ളതാണ്, സത്യമാണ് എന്നും നിലനിൽക്കുന്നത്. ശരിക്ക് മനസ്സിലാക്കേണ്ട വാക്കുകളാണിത്. ഉമർ തങ്ങളുടെ വാക്ക്. നബി തങ്ങൾ പറയാറില്ലേ, എന്റെ ഖുലഫാ ഉർ റാഷിദീങ്ങൾ പറയുന്നത് കേൾക്കണേന്ന്. ഞാൻ മരിച്ചാൽ, ഞാൻ വഫാത്തായാൽ എന്റെ ചര്യയും എന്റെ ഖുലഫാ ഉർ റാഷിദുകൾ പറഞ്ഞത് നിങ്ങൾ അനുസരിക്കണമെന്ന്. ആ ഖുലഫാ ഉർ റാഷിദിൽപ്പെട്ട മഹാന ഉമർ ബിൻ ഖത്താബ് തങ്ങൾ നമുക്കറിയാലോ. മഹാനുള്ള പറയാണ്, വഇന്ന റുജൂഅ ഇലൽ ഹഖ് ഖൈറുൻ മിനത് തമാദി ഫിൽ ബാത്തിൽ. സത്യത്തിലേക്ക് തിരിച്ചു വരലാണ് നല്ലത്, തന്റെ മോശപ്പെട്ട നിലപാടുകളിൽ അള്ളിപ്പിടിച്ചു കൂടുന്നതിനേക്കാൾ, അത് ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്നതിനേക്കാളും നല്ലത് സത്യത്തിലേക്ക് തിരിച്ചു വരലാണ്. അല്ലേ? നമുക്കൊക്കെ തെറ്റുപറ്റും, മനുഷ്യരാണ്, മനുഷ്യർക്ക് തെറ്റുപറ്റും. മുഅ്മിനീങ്ങളെ കുറിച്ച് പറഞ്ഞെന്താ? മുഅ്മിനീങ്ങൾ യുദ്ധം ചെയ്താൽ, അപ്പൊ മുഅ്മിനീങ്ങൾ എന്ന് പറയുന്ന കാറ്റഗറിയിൽപ്പെട്ട ആളുകൾ യുദ്ധം ചെയ്യുക എന്ന് പറയുന്ന വലിയൊരു തെറ്റുപോലും അവരെന്ന് സംഭവിക്കാം. അതുകൊണ്ടൊന്നും അവർ ഈമാനിന് പുറത്തു പോകണില്ല. അവർ മുദ്നിബീങ്ങളാണ്. തെറ്റ് സംഭവിച്ചു എന്നേ വരൂ. ഇൻഷാ ഗഫർ വ ഇൻഷാ അഅദബ്. അല്ലാഹുവിന് വേണമെങ്കിൽ ശിക്ഷിക്കാം, അല്ലെങ്കിൽ അല്ലാഹുവിനെ പുറത്തു കൊടുക്കാം. പക്ഷെ മുഅ്മിനീങ്ങളാണ്. ഈമാൻ എന്ന് പുറത്തു പോകുന്നുണ്ടോ? ഒരാൾ ആത്മഹത്യ ചെയ്തെന്ന് വിചാരിക്കുക. ഹദീസ് കേൾക്കുമ്പോൾ നമ്മൾ മുമ്പ് ചർച്ച ചെയ്ത വിഷയമാണ്, അതിലേക്ക് കടക്കുന്നില്ല. ഹദീസ് ഇങ്ങനെ ശരിക്കും മലയാളത്തിലെ പരിഭാഷ ഇങ്ങനെ വായിച്ചാൽ ആള് നേരെ നരകത്തിലേക്ക് പോകുന്നു തോന്നും. അതുകൊണ്ടാണ് ഫത്വ പറയല് ആലിമീങ്ങൾക്ക് വിട്ടുകൊടുക്കണം എന്ന് പറയാൻ. നമ്മൾ ഫത്വ കൊടുക്കാൻ നിൽക്കണ്ട. ആ ഹദീസിന്റെ സാരം വലിയൊരു നരകം പോലെയുള്ളൊരു ശിക്ഷ കിട്ടാൻ മാത്രം അള്ളാഹ് പുറത്തു കൊടുത്തില്ലെങ്കിൽ ഗുരുതരമായ തെറ്റാണ് ആ മനുഷ്യൻ ചെയ്തത്. അത്രേ ഉള്ളൂ. എന്നല്ലാതെ ആത്മഹത്യ ചെയ്തെന്ന് വിചാരിച്ചിട്ട് ഇസ്ലാം എന്ന് പുറത്തുപോയി മുഅ്മിനീങ്ങളുടെ ഖബർസ്ഥാനിൽ മറവ് ചെയ്യാൻ പാടില്ല, അങ്ങനെയൊന്നും അതിനർത്ഥമല്ല. ആൾക്ക് മയ്യിത്ത് നിസ്കരിക്കണം, ആൾക്ക് വേണ്ടി പുറത്തു കൊടുക്കണം, അയാൾക്ക് വേണ്ടി ജാരിയായ സ്വതക്ക ചെയ്യാം, മഗ്ഫിറത്തിനെ ചോദിക്കാം, ഒക്കെ ചെയ്യാം. എന്തേ? ഈമാൻ ഉണ്ടായിരുന്നോ? ചെയ്ത് തെറ്റാണ്, പക്ഷെ ഈമാൻ പുറത്തു പോവോ? ഈമാൻ പുറത്തു പോവില്ല. അങ്ങനെ പുറത്തു പോകുമെന്ന് പറയുന്ന ബിദ്അഈ പ്രസ്ഥാനക്കാർ ഇസ്ലാമിന്റെ ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നു. ആലിമീങ്ങൾ അതിനൊക്കെ എതിരെ ക്രോസ് ചെയ്യാൻ വേണ്ടി പറയുന്ന ദലീലുകളാണ് ഈ പറയുന്നതൊക്കെ. തെറ്റ് ചെയ്ത് തെറ്റാണ്, പക്ഷെ ഈമാൻ നഷ്ടപ്പെടുന്നില്ല. ഈമാൻ, മുഅ്മിനീങ്ങളുടെ ഈമാൻ അവരുടെ ഖൽബിലുള്ള വിശ്വാസമാണ്. ചെയ്ത് തെറ്റായിരിക്കാം, മുഅ്മിനീങ്ങൾക്ക് തെറ്റ് പറ്റാം, പക്ഷെ തൗബ ചെയ്യണം, സത്യത്തിലേക്ക് തിരിച്ചു വരണം, സത്യത്തിലേക്ക് തിരിച്ചു വരണം. والمسلمون عدول بعضهم على بعض إلا مجلودا في حد أو ضنينا في ولاء أو قرابة. മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, വൽ മുസ്ലിമൂന ഉജൂലുൻ ബഅ്ദുഹും അലാ ബഅദ്. മുഅ്മിനീങ്ങൾ പരസ്പരം സാക്ഷി പറയാൻ മാത്രം സത്യസന്ധതയുള്ളവരാണ്. എല്ലാ മുസ്ലിമും എല്ലാ മുഅ്മിനും അങ്ങനെയാണ്. ഇല്ലാ മജ്ലൂദൻ ഫീ ഹദ്ദിൻ. ഇസ്ലാമിന്റെ ഒരു ശിക്ഷ നടപ്പാക്കപ്പെട്ട ഒരാളൊഴികെ, അല്ലെങ്കിൽ അധികാരത്തിന്റെ പേരിൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു മനുഷ്യനൊഴികെ, അല്ലാത്ത എല്ലാ മുഅ്മിനീങ്ങളും പരസ്പരം സത്യസന്ധരാണ്, സാക്ഷി പറയാൻ പറ്റുന്നവരാണ്. വസ്സുൽഹു ജായിസുൻ ബൈനൽ മുസ്ലിമീൻ. മുസ്ലിമീങ്ങൾക്കിടയിൽ മസ്ലഹത്ത് ഉണ്ടാക്കണം, അടി ഉണ്ടാക്കരുത്. അത് ഇബ്ലീസിന്റെ പണിയാണ്. നമ്മളും കൂടെ ചെയ്യേണ്ട കാര്യമുണ്ടോ? നമ്മുടെ എഴുത്തിലൂടെയോ നമ്മുടെ വാക്കിലൂടെയോ ഒരു ഫിത്തിനൻ, ഒരു വെറുതെ ദേഷ്യം ഉണ്ടാക്കുന്ന വർത്താനം പറയാ, അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പിക്കുന്ന വർത്താനം പറയാ, ഇത് ശൈത്താനാണ്. മനുഷ്യരൂപത്തിലുള്ള ശൈത്താനുകളാണ്. ആ ശൈത്താനുകൾക്ക് പല അക്കൗണ്ടൊക്കെ ഉണ്ടാവും, ഫേസ്ബുക്ക് അക്കൗണ്ടും ഇൻസ്റ്റഗ്രാം അക്കൗണ്ടൊക്കെ ഉണ്ടാവും. അത് ശൈത്താന്റെ പണിയാണ്, നമ്മളിത് ചെയ്യരുത്. പിശാച്ചാണ് തമ്മിലടിപ്പിക്കുന്നത്. മുഅ്മിനീങ്ങൾ മസ്ലഹത്ത് ചെയ്യണം. ഇതൊക്കെ അള്ളാഹ് പറഞ്ഞിരിക്കുക. നമ്മൾ ഏതോ വഴിക്ക് പോവുക, ഹദീസും ഖുർആനും വേറെ വഴിക്കാ പോണത്. അങ്ങനെ ആവാൻ പാടില്ലല്ലോ. അല്ലാഹുമ്മ റുദ്ദനാ വൽ മുസ്ലിമീന ഇലാ ദീനിക റദ്ദൻ ജമീല. നമ്മൾ എവിടേക്കോ ചില അന്ധത ബാധിച്ച് ഈ ഹദീസൊന്നും ഓർമ്മല്ലാണ്ട് എവിടേക്കോ ഓടി നടക്കുകയാണ്. അങ്ങനെ ആവരുത്. വസ്സുൽഹു ബൈനൽ മുസ്ലിമീന ജായിസുൻ ഇല്ലാ സുൽഹൻ അഹല്ല ഹറാമൻ ഔ ഹറമ ഹലാല. ഒരു ഹലാല ഹറാമാക്കുകയോ ഒരു ഹറാമിനെ ഹലാലാക്കുകയോ ചെയ്യുന്ന തീരുമാനങ്ങൾ ഉണ്ടാകരുത്. അല്ലാത്ത എല്ലാ സുൽഹും നല്ലതാണ്, അതാണ് വേണ്ടത് എന്ന് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഒരുപാട് സംഭവങ്ങൾ ഈ സമൂഹത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്, നമ്മുടെ മുൻ സലഫ് സ്വാലിഹീങ്ങളിൽ. അതിൻ്റെയൊക്കെ ന്യായം എന്താന്ന് വെച്ചാൽ,
തിന്മ ചെയ്ത ഒരാളും രക്ഷപ്പെടരുത്, നിരപരാധിയായ ഒരാളും ശിക്ഷിക്കപ്പെടുകയും അരുത്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് നടന്ന ഒരു രസകരമായൊരു സംഭവമുണ്ട്. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ അന്നത്തെ ഖലീഫയാണ്. അലി റളിയല്ലാഹു അൻഹു ഖലീഫയായി നിൽക്കുമ്പോൾ ഒരു ഡെഡ് ബോഡി കാണപ്പെട്ടു. ഒരു മനുഷ്യൻ കഴുത്തറുക്കപ്പെട്ട് മരിച്ചു കിടക്കുകയാണ്. പോലീസുകാരിങ്ങനെ കൊലയാളി ആരാണെന്നറിയാതെ ഇൻവെസ്റ്റിഗേഷന് വേണ്ടി വന്നപ്പോ ഒരു മനുഷ്യനുണ്ട് തൊട്ടപ്പുറത്ത് ഇരിക്കുന്നു, മൂത്രമൊഴിക്കുന്നു. അയാളുടെ കയ്യിൽ ഒരു കത്തിയുണ്ട്, അയാളുടെ കൈകളിൽ ചോരയുമുണ്ട്. പോലീസുകാർ പൊക്കോല തെളിവും സാഹചര്യങ്ങളൊക്കെ ഇപ്പുറത്തൊരാൾ കഴുത്തിറക്കപ്പെട്ട് കിടക്കും ചെയ്യും, ഒരു കാട്ടുപന്തയിൽ കിടക്കുകയാണ്. അയാൾ ചോരയെ കുളിച്ച് കിടക്കണം, മരിച്ചിട്ടുണ്ട്. ഇവിടെ ഒരാൾ കയ്യിൽ കത്തിയുണ്ട്, കൈകളിൽ ചോരപ്പാടുണ്ട്. അയാളവിടെ ഒരു പൊന്തക്കാടിനുള്ളിൽ മൂത്രമൊഴിക്കാൻ വേണ്ടി ഇരിക്കുന്നതാ കാണുന്നത്. പോലീസുകാർ ചോദിച്ചു, നീയാണോ ഇയാളെ കൊന്നത് എന്ന് ചോദിച്ചു. അതെ 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 ഞാൻ തന്നെയാണ്. നവാന്ന് പറഞ്ഞു പിടിച്ചുകൊണ്ടേ അലി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് വന്നു. അലി റളിയല്ലാഹു അൻഹു വലിയ ബുദ്ധികൂർമ്മതയുള്ള സ്വഹാബിയാണ്. മിൻ അദ്ഖൽ അദ്ഖിയ, വലിയ ബുദ്ധി. ഹി വാസ് ദ മോസ്റ്റ് ബ്രില്യന്റ് ഇന്റലിജന്റ് പേഴ്സൺ. മഹാനവറുകൾ നോക്കിയിട്ട് പറഞ്ഞു, ഇവനല്ലല്ലോ ഇയാളെ കൊന്നത് എന്ന് പറഞ്ഞു. അലി തങ്ങൾ പറഞ്ഞു, ഇവനല്ലല്ലോ കൊന്നത്, പിന്നെ എങ്ങനെ ഇവനാണെന്ന് പറയാം? അലി തങ്ങൾ പറഞ്ഞു, ബഗ്ദാദിലെ കൂഫയിലെ മഹാനവറുകളുടെ ഖിലാഫത്തിന്റെ കാലമാണ്. കൂഫയിലെ അങ്ങാടിയിലുള്ള മുഴുവൻ ആളുകളെയും ഹാജരാക്കാൻ വേണ്ടി പറഞ്ഞു. ഒരൊറ്റ കുഞ്ഞിനെ വിടാതെ ആ ടൗണിലുള്ള മുഴുവൻ ആളുകളെയും അലി റളിയല്ലാഹു അൻഹു വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു പോലീസുകാരോട്. എല്ലാവരും കൊണ്ടുവന്നു. അതിൽ ഒരാള് സ്പീഡിൽ നടക്കുന്നത് കണ്ടു അലി റളിയല്ലാഹു അൻഹു. നോക്കണേ, അവരുടെ ബുദ്ധി നോക്കണം. അപ്പൊ അലിയാർ തങ്ങൾ പറഞ്ഞു, എല്ലാവരോടും ഒരു സ്റ്റെപ്പ് കാണിച്ചു കൊടുത്തു. ഇപ്പൊ നമുക്ക് ഇങ്ങോട്ട് വേദിയിലേക്ക് കയറാൻ ഇവിടെ കുറച്ച് താഴേക്ക് സ്റ്റെപ്പ് ഉണ്ടല്ലേ, അതുപോലെ ഒരു സ്റ്റെപ്പ് കാണിച്ചു കൊടുത്ത് എല്ലാവരോടും കയറാൻ വേണ്ടി പറഞ്ഞു. ഈ മനുഷ്യൻ, ഈ മഹാനായ അലി തങ്ങൾ നോട്ട് ചെയ്ത മനുഷ്യൻ മാത്രം കയറുമ്പോ 2 സ്റ്റെപ്പ് ജമ്പ് ചെയ്തിട്ടാ കയറുന്നത്. ഭയങ്കര സ്പീഡാണ്. അലി തങ്ങൾ പറഞ്ഞു, ഇവിടെ വാന്ന് പറഞ്ഞു. അലി തങ്ങൾക്ക് ചില സിഗ്നലുകൾ അല്ലാഹു നൽകുകയാണ്. സത്യം പറയുന്നു, നീയല്ലേ ആ മനുഷ്യനെ കൊന്നത് എന്ന് ചോദിച്ചു. അതെ, ഞാനാണ്. എവിടുന്ന പിടിച്ചെന്നറിയോ? സ്റ്റെപ്പ് ചാടി പോകുമ്പോൾ ഒരു സ്റ്റെപ്പ് ഇട്ടെങ്കിൽ ഓരോ സ്റ്റെപ്പിലും ചവിട്ടി പോകേണ്ടതിന് പകരം 2 സ്റ്റെപ്പ് ചാടിക്കിടന്ന്, 2 സ്റ്റെപ്പ് ചാടിക്കിടക്കൽ ഹറാമാണെന്നൊന്നും അല്ലട്ടോ ഇതിനർത്ഥം. അവിടെ ഒരു ദലീൽ അലി റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു തോന്നിപ്പിച്ചു കൊടുത്ത ഒരു ഫിറാസത്താണത്. അയാളുടെ നടത്തത്തിലെ സ്പീഡും കൈക്കെടുപ്പവും കണ്ടപ്പോ ഇയാൾ ക്ഷമ കുറഞ്ഞ ആളാണ്, അസ്വസ്ഥതയുള്ള ആളാണ്, പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ആളാണ്. ഇങ്ങനെ ബിഹേവിയറൽ സയൻസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഒരു മനുഷ്യന്റെ കൈയെഴുത്ത് കണ്ടാൽ അയാളുടെ സ്വഭാവം മനസ്സിലാവുന്ന. ഭംഗിയുള്ള എഴുത്താണെങ്കിൽ നല്ല സ്വഭാവം, അങ്ങനെയൊന്നും അർത്ഥമല്ല. മോശപ്പെട്ട എഴുത്താണെങ്കിൽ നല്ല സ്വഭാവക്കാരനാണെന്ന് അർത്ഥം വരും. അത് ആ കൈയെഴുത്തിനെ നോക്കിയിട്ടൊരു ഒരു ഫിറാസത്തുണ്ട് എന്നതുപോലെ ബിഹേവിയറൽ സയൻസ്. ചില ആളുകളുടെ നടത്തവും ഇരുത്തവും പെരുമാറ്റവും കണ്ടാൽ പെട്ടെന്ന് ക്ലിക്കാവും, ആ മനുഷ്യനിൽ എന്തോ പ്രശ്നമുണ്ട്. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, നീയല്ലയോ ഇയാളെ കൊന്നത്? എന്തിനാ നീ ഇയാളെ കൊന്നത്? ഞാനും അയാളും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ഞാൻ അതിന് പ്രതികാരം ചെയ്തതാ. അപ്പൊ മറ്റേ ആളെ വിളിച്ചോണ്ടുവന്നു. ഇവിടെ കൈയോടെ ഒരാളെ പിടിച്ചോണ്ടുവന്നിട്ടുണ്ട്, കയ്യിൽ കത്തിയും കൈകളിൽ ചോരപ്പാടുള്ള മനുഷ്യൻ. അത് ചോദിച്ചു, അലിയാർ തങ്ങളുടെ ദക്കാ നോക്കണം, ബുദ്ധിശക്തി നോക്കണം. അലിയാർ തങ്ങൾ ചോദിച്ചു, ഈ മനുഷ്യ നിങ്ങളാണോ ശരിക്കും ഇയാളെ കൊന്നത്? അല്ല അലിയാർ തങ്ങളെ, ഞാനല്ല, ഞാനൊരു അറവുകാരനാ, ഞാനൊരു കശാപ്പുകാരനാണ്. ഞാനൊരു കന്നിനെ അറുത്തിട്ട് അതിനെ തോല് പൊളിച്ചുകൊണ്ടിരിക്കുമ്പോ എന്റെ കയ്യിൽ കത്തിയുണ്ട്, കയ്യിൽ ചോരപ്പാടുണ്ട്. ഞാൻ മൂത്രമൊഴിക്കാൻ വേണ്ടി മുട്ടിയിട്ട് ഓടിച്ചെന്ന് പൊന്തക്കാടിൽ മൂത്രമൊഴിക്കുമ്പോഴാ പോലീസുകാർ എന്നെ പിടിച്ചു പൊക്കണത്. എന്റെ കയ്യിൽ കത്തിയുണ്ട്, ഇയാൾ ഇവിടെ മരിച്ചു കിടക്കും ചെയ്യാ. പിന്നെ ഞാൻ അവിടെ അല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, തെളിവ് എനിക്കെതിരല്ലേ, അവരെന്നെ പിടിക്കുന്നു ഉറപ്പാ. അങ്ങനെ ഞാനങ്ങനെ സമ്മതിച്ചു കൊടുത്തതാന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. കാരണം എങ്ങനെ ഞാൻ അല്ല എന്ന് പറഞ്ഞാൽ മിനിമം അടിയെങ്കിലും കിട്ടും. പിന്നെ ഞാനാണെന്നങ്ങ് പറഞ്ഞു കൊടുത്തു. എന്തായാലും എൻ്റെ കയ്യിൽ കത്തി, ഞാൻ അപ്പുറത്തൊരു ആടിനറുത്ത് വരികയായിരുന്നു,
പക്ഷെ ഞാൻ അങ്ങനെ മൂത്രയ്ക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴാ ഈ പോലീസുകാർ എന്നോട് വന്ന് ഈ ചോദ്യം ചോദിക്കുന്നത്. പിന്നെ ഞാൻ അവിടെ സാഹചര്യ തെളിവുകളെ എനിക്ക് മറച്ചു വെക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ അലി തങ്ങൾ അപ്പോഴേ മനസ്സിലാക്കി, അലിയാർ തങ്ങളുടെ ബുദ്ധി അതാണ്. മഹാനവറുകൾ പറഞ്ഞു, ഇയാളല്ല കൊലപാതകി. ആ മനുഷ്യന്റെ കയ്യിലുള്ള ചോരപ്പാട് ഒരു മൃഗത്തിന്റെ ചോരയാണ്, മനുഷ്യന്റെ ചോരയല്ല. ആണ്. എന്തിനെന്നറിയോ? ഒരു നിരപരാധിയായ മനുഷ്യൻ പോലും ശിക്ഷിക്കപ്പെടരുത്. ആ കൊലയാളി അലി റളിയല്ലാഹു അൻഹു ഖിസാസിന് വിധിക്കുകയുണ്ടായി. ഈ പിടിക്കപ്പെട്ട ആളെ വെറുതെ വിടുകയും ചെയ്തു. ഇതൊക്കെ ആണ്. എന്തിനെന്നറിയോ? അല്ലാഹുവിന്റെ പ്രപഞ്ചത്തിൽ വഅഖീമുൽ വസ്ന ബിൽ ഖിസ്ത് വലാ തുഖ്സിറുൽ മീസാൻ. അധികാരം കൈകളിലുള്ള ആളുകൾ, കോർട്ടുകളിൽ ജോലി ചെയ്യുന്ന ആളുകൾ, നിയമ സംവിധാനങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, ഗവൺമെന്റ് സംവിധാനങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, നിങ്ങൾ നീതിയുടെ കൂടെ നിൽക്കണമേ. നീതി നഷ്ടപ്പെടുകയാണെങ്കിൽ അള്ളാഹുവിന്റെ അർശ് പോലും വിറക്കുമെന്നാണ്. ഒരു നിരപരാധിയായ മനുഷ്യൻ ഇവിടെ ശിക്ഷിക്കപ്പെടരുത്. എന്നാൽ അപരാധികൾ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ മുൻഗാമികൾ നശിക്കാൻ കാരണം അവരിലെ പാവപ്പെട്ടവർ തെറ്റ് ചെയ്താൽ അവരെ ശിക്ഷിക്കുകയും അവരിലെ പ്രമാണിമാർ തെറ്റുകൾ ചെയ്താൽ അവരെ വെറുതെ വിടുകയും ചെയ്യുമായിരുന്നു. അത് എന്റെ ഉമ്മത്തിൽ നടക്കില്ല. വലഹു അന്ന ഫാത്തിമ ബിൻത മുഹമ്മദിൻ സറഖത് ലഖത് യദുഹാ. എന്റെ കരളിന്റെ കഷ്ണമായ എന്റെ മകൾ ഫാത്തിമയാണ് മോഷ്ടിച്ചതെങ്കിൽ എന്റെ ഫാത്തിമയുടെ കൈയും മുറിക്കപ്പെടും എന്ന് പറഞ്ഞ റസൂലാണ് നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഖ്സൂമിയായൊരു പെണ്ണ് മോഷണം ചെയ്തിട്ട് ആ പെണ്ണിന്റെ കൈകൾക്ക് ശിക്ഷ നടപ്പാക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോ അള്ളാഹുവിന്റെ റസൂലിനോട് ശുപാർശ ചെയ്യാൻ അവിടെ ആളുകൾ വന്നു. ശുപാർശ ചെയ്യാൻ നോക്കുമ്പോ ആരുടെ സ്വാധീനം കൊണ്ട് നിബിതങ്ങളെ സ്വാധീനിക്കാൻ കഴിയുമെന്ന് ആലോചിച്ചപ്പോൾ ചില ആളുകൾ വിചാരിച്ചു, ഹിബ്ബു റസൂലില്ലാഹി വബ്നു ഹിബ്ബി റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഇഷ്ടപ്പെട്ട സ്വഹാബിയും ആ ഇഷ്ടപ്പെട്ട സ്വഹാബിയുടെ ഇഷ്ടപ്പെട്ട മകനുമായ ഉസാമത്ത് ബിൻ സയ്യിദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുമാ. മഹാനായ ഉസാമ റളിയല്ലാഹു അൻഹുവിനെ പിടിച്ചാൽ ഉസാമ തങ്ങൾ നബി തങ്ങളോട് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഹബീബ് കേൾക്കുമെന്ന് അവർക്ക് തോന്നി. ഉസാമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയേ, മഖ്സൂമികളല്ലേ, തറവാടുള്ള സൽപേരുള്ള കുടുംബമല്ലേ? ആ കുടുംബത്തിലെ ഒരു പെണ്ണ് ഒരു ആഭരണം മോഷ്ടിച്ചതാ. അവളുടെ കൈ മുറിക്കപ്പെടുകയാണെങ്കിൽ ആ കുടുംബത്തിന് അപമാനമുണ്ടാകും നബിയെ. അതുകൊണ്ടൊന്ന് മാപ്പ് കൊടുത്തുകൂടെ, ഒന്ന് ഒഴിവാക്കി കൊടുത്തുകൂടെ എന്ന് ചോദിച്ചപ്പോഴാണ് അല്ലാഹുവിന്റെ ഒരു നിയമം നടപ്പാക്കാൻ അവസരമുണ്ടാകുമ്പോ ആ നിയമം നടപ്പാക്കരുത് എന്നോട് ശുപാർശ ചെയ്യാൻ വന്നതാണോ ഉസാമ? അതാണോ ഉസാമ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഫവല്ലാഹ്, നിങ്ങൾക്കൊന്ന് കേൾക്കണോ? അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ലൗ അന്ന ഫാത്തിമ ബിൻത മുഹമ്മദിൻ സറഖത്, മുഹമ്മദ് നബി തങ്ങളുടെ മകൾ സാക്ഷാൽ ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ് മോഷ്ടിച്ചതെങ്കിൽ അവരുടെ കൈ പോലും മുറിക്കപ്പെടുക തന്നെ ചെയ്യും ഉസാമ. അതുകൊണ്ട് മഖ്സൂമിയായി പെണ്ണിന്റെ വിഷയത്തിൽ ശുപാർശയുമായി വരരുത്, റെക്കമെൻഡേഷനുമായി വരരുത്. ഞാനത് ചെയ്യില്ല. നിങ്ങളുടെ മുൻഗാമികൾ നശിച്ചു പോകാൻ കാരണം അതായിരുന്നു. നിയമ സംവിധാനങ്ങളിൽ നിന്ന് പാവപ്പെട്ടവർക്ക് നീതി ലഭിക്കാതെ പോവുകയാണെങ്കിൽ ഒരു സമൂഹത്തിന് തകർച്ച വരുമെന്ന് മഹാനായ നമ്മുടെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വളരെ വിചിത്രമായ ഒരു കേസ് വന്നു. ഉമർ തങ്ങൾ ഖലീഫയായിരിക്കുമ്പോ ഒരു പെണ്ണാണ് ആ കേസ് കൊടുത്തത്. കേസ് ഇങ്ങനെയാണ്: എന്റെ ഭർത്താവ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയാത്ത ഒരാളാണ്, അതുകൊണ്ട് എനിക്ക് തൊലാക്ക് വേണം. ഒരു പെണ്ണിനങ്ങനെ തൊലാക്ക് ആവശ്യപ്പെടാനുള്ള കാരണങ്ങളിൽ ഫിഖ്ഹ്, കർമ്മശാസ്ത്ര നിയമത്തിൽ അംഗീകരിക്കപ്പെട്ട ഒരു മസലയാണത്. ഒരു പെണ്ണ് പറയും, എൻ്റെ ഭർത്താവിന് അങ്ങനെ ഒരു സ്കിൽ അല്ലെങ്കിൽ ഒരു കഴിവില്ല, എനിക്ക് വിവാഹമോചനം വേണം, വേറെ കല്യാണം കഴിക്കണം, ഇയാളുടെ കൂടെ ജീവിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല
ഞാൻ ഹറാമിലേക്ക് പോയി പോകും, എൻ്റെ ഭർത്താവ് ദുർബലനാണ്, അദ്ദേഹത്തിന് ആ ഒരു ശേഷിയില്ലാത്തവനാണ് എന്ന് പറയാം. ഇഅ്തിറാദ് എന്നതിന് അറബിയിൽ പറയാം. പെണ്ണ് കേസുമായി വന്നു ഉമർ തങ്ങളുടെ കോടതിയിലേക്ക്. ഇതിനിപ്പോ വാക്കുകളെ കൊണ്ട് കേൾക്കുക എന്നല്ലാണ്ട് വേറെ അഡീഷണൽ തെളിവെടുപ്പൊക്കെ പറ്റില്ലല്ലോ. പുതിയാപ്പിളിനെ വിളിച്ചു, നിനക്ക് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. ഒന്നും എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അല്ലാ, പ്രശ്നം വീണ്ടും സങ്കീർണമായി. ഉമർ തങ്ങൾ പറഞ്ഞു, നീ നിന്റെ ഭാര്യയുടെ അരികത്ത് അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞ് നിനക്ക് സ്ഖലനം സംഭവിച്ചു കഴിഞ്ഞാൽ നിന്റെയോ അവളുടെയോ വസ്ത്രത്തിൽ അതിൻ്റെ ഒരു അടയാളവുമായി നീ എൻ്റെ അടുത്ത് വാന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ അതും കൊണ്ടുവന്നു. ഉമർ തങ്ങൾ അലിയാരെ വിളിച്ചു, അലിയാരെ ഇച്ചിരി വെള്ളം തിളപ്പിക്കണേ എന്ന് പറഞ്ഞു. വെള്ളം തിളപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. ആ വെള്ളം തിളപ്പിച്ച് കൊണ്ടുവന്നിട്ട് ഇയാൾ കൊണ്ടുവന്ന വസ്ത്രത്തിലേക്ക് ഒഴിക്കാൻ വേണ്ടി പറഞ്ഞു. ഒഴിച്ചു നോക്കുമ്പോൾ അതൊരു ഓംലെറ്റായി മാറി. അപ്പം മനസ്സിലായി കോഴിമുട്ടൻ്റെ കുഞ്ചെടുത്തിട്ടായി വന്നത്. അങ്ങനെ ഫഹകമലഹ ത്വലാഖ്, ആ പെണ്ണിന് ത്വലാഖിൻ്റെ അവകാശമുണ്ട് എന്ന് പറഞ്ഞ് ആ പെണ്ണിനെ ത്വലാഖ് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇസ്ലാമിക ലോകത്ത് നടക്കുന്ന ഈ ഉമ്മത്തിൻ്റെ പാരമ്പര്യത്തിൽ ചരിത്രത്തിൽ കഴിഞ്ഞുപോയ ആണിനും പെണ്ണിനും അള്ളാഹു അനുവദിച്ച നീതി ഇവിടെ ലഭിക്കണം എന്നതിൽ എത്രത്തോളം ശുഷ്കാന്തിയുണ്ട് ഈ ശരീഅത്തിന് എന്ന് പഠിപ്പിക്കുകയാണ് മഹാനായ ഷഹീദുൽ മെഹ്റാബ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. നോക്കണേ, തെറ്റുകൾ തെറ്റാണ്. ചില പ്രമാണങ്ങളും ചില തെളിവുകളും ഫോർജ്ഡ് ആയിരിക്കും, ഫേക്ക് ആയിരിക്കും. ആ ഫേക്ക് ഡോക്യുമെന്റുകൾ ഫേക്കാണ് എന്ന് കണ്ടെത്താനുള്ള കഴിവ് നിയമവ്യവസ്ഥയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് വേണം എന്നും പഠിപ്പിക്കുകയാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു ഇവിടെ. യാ അല്ലാഹ്, ഹാറൂൻ റഷീദ് അതുകൊണ്ടാണ് തന്റെ ഭരണകാലത്ത് ഏറ്റവും വലിയ ഫഖീഹായിരുന്ന അദീമും മിൻ ഉലമാഇൽ ഉമ്മ, ഈ ഉമ്മത്ത് കണ്ട പ്രഗൽഭനായ ആലിം അൽ ഇമാമുൽ അഅ്ലം എന്ന് മുത്ലഖൻ പറയപ്പെടുന്ന ഇമാമാണ് മഹാനായ അബൂ ഹനീഫത്തുൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി, ഹനഫി മദ്ഹബിന്റെ ഇമാം. ഏറ്റവും വലിയ അൽ ഇമാമുൽ അഅ്ലം, ദി ഗ്രേറ്റസ്റ്റ് ലീഡർ ഇൻ ഇസ്ലാമിക് ജൂറിസ്പ്രുഡൻസ്, ഇസ്ലാമിന്റെ ഫിഖഹിലെ ഏറ്റവും വലിയ ഇമാം എന്ന് പറഞ്ഞാൽ, പേര് പറയാതെ പറഞ്ഞാൽ അത് മഹാനായ അബൂ ഹനീഫ തങ്ങളാണ്. അത്ര വലിയ പണ്ഡിതൻ. ഹാറൂൻ റഷീദ് അന്നത്തെ ഖലീഫയാണ്. ഹാറൂൻ റഷീദ് തങ്ങൾ പറഞ്ഞു, അബൂ ഹനീഫ തങ്ങളെ, നിങ്ങളായിരിക്കണം നമ്മുടെ സുപ്രീം കോർട്ട് ജഡ്ജ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിൽക്കില്ല എന്ന് പറഞ്ഞു. നിന്നില്ലെങ്കിൽ അടി കിട്ടുമെന്ന് പറഞ്ഞു. അടിച്ചോളൂ എന്ന് പറഞ്ഞു. ഫജലദഹു, മഹാനായ അബൂ ഹനീഫ ഇമാമിനെ അടി കിട്ടി, ശിക്ഷ ലഭിച്ചു. എന്തിനെന്നറിയോ? വലിയൊരു സുപ്രീം കോർട്ട് ജഡ്ജാവാനുള്ള ഓഫർ നിരസിച്ചതിന്റെ പേര്. എന്താ കാരണം എന്നറിയോ? ഈ ഭരണാധികാരികളുടെ മുമ്പിൽ ജഡ്ജായി നിന്നാൽ അവർക്കനുകൂലമായി പലതും വിധിക്കേണ്ടി വരും. അത് അള്ളാന്റെ കോടതിയിൽ ഞാൻ പിടിക്കപ്പെടും, അതുകൊണ്ട് ഞാൻ നിൽക്കൂല. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഹാറൂൻ റഷീദ് പറഞ്ഞു, വല്ലാഹ്, അല്ലാഹുവിൽ സത്യം ചെയ്തു. സത്യം ചെയ്തു പറഞ്ഞ യമീനാണ്. സത്യം പൊളിഞ്ഞാൽ അതിന്റെ കഫാറത്ത്, പ്രായശ്ചിത്തം കൊടുക്കണം. 10 അടിമകളെ മോചിപ്പിക്കണം, അല്ലെങ്കിൽ 3 ദിവസം നോമ്പെടുക്കണം. അങ്ങനെയൊക്കെ നിയമങ്ങളുണ്ട് അതിന്. അള്ളാനെ തന്നെയാണ് സത്യം. അബൂ ഹനീഫ ഇമാമെ, നിങ്ങൾ ഖാദിയായി അധികാരം ഏറ്റെടുക്കണം. അബൂ ഹനീഫ പറഞ്ഞു, വല്ലാഹി ഞാൻ ഏറ്റെടുക്കൂല. അപ്പൊ ആളുകൾ പറഞ്ഞു, ഈ ഖലീഫ ഇങ്ങനെ വല്ലാഹി പറയുമ്പോൾ നിങ്ങൾ അദ്ദേഹത്തെ മറികടന്നിട്ട് വല്ലാഹി പറയണത് മോശല്ലേ എന്ന് ചോദിച്ചു. സത്യം പറഞ്ഞിട്ടല്ലേ ഉള്ളൂ. സത്യം ചെയ്ത് പറഞ്ഞത് ചെയ്യാതിരുന്നാൽ പ്രായശ്ചിത്തം കൊടുക്കണം. മൂപ്പർക്ക് ഇഷ്ടം പോലെ അടിമകളുണ്ടല്ലോ, കൊടുക്കാലോ. മൂപ്പര് കൊടുത്തോട്ടെ, വീട്ടിക്കോട്ടെ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സത്യം അയാൾ വീട്ടിക്കോട്ടെ, ഞാൻ എന്റേത് നോക്കാം, എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ മഹാനവറുകൾ ഒഴിഞ്ഞു മാറിയപ്പോ മഹാനായ ഖാദി അബൂ യൂസുഫ് റഹിമഹുല്ലാ എന്ന മഹാനായ അബൂ ഹനീഫ തങ്ങളുടെ പ്രിയപ്പെട്ട ശിഷ്യൻ, ആ ശിഷ്യനെ ഹാറൂൻ റഷീദ് ഖാദിയായി നിയമിച്ചു. എന്തിനെന്നറിയോ? ആലിമീങ്ങളാണ് ഈ തലത്തിലേക്ക് വരേണ്ടത്. ആലിമീങ്ങളായ ആളുകൾ LLBക്ക് പോകണം, നിയമം പഠിക്കണം, വാദിക്കാൻ പഠിക്കണം. എന്തിനെന്നറിയോ? നുണ പറയാതിരിക്കാൻ, നുണ പറഞ്ഞുകൊണ്ട് കേസുകൾ ജയിക്കാതിരിക്കാൻ. സത്യം ജയിക്കണം, എന്നിട്ടുള്ള കേസ് മതി. ചിലപ്പോൾ ഒരുപക്ഷെ കേസില്ല വക്കീലായി കാലം മുഴുവൻ ജീവിക്കേണ്ടി വന്നേക്കാം. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് തങ്ങളവറുകൾ, മഹാനവറുകൾ മരക്കച്ചവടം ചെയ്ത് നിർത്തിയ പോലെ
ആയിക്കോട്ടെ, അൽ ഹഖ്ഖു ഖദീം, സത്യമേ വിജയിക്കുകയുള്ളൂ. ലാ യൻഖുദുഹു ശൈഉൻ, സത്യമാണ് വിജയിക്കുന്നത്, സത്യത്തെ മൂടിവെക്കാൻ ഒന്നിനും കഴിയില്ല എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് എത്ര സത്യമാണ്, എത്ര സത്യമാണ്. മാലിക്കി മദ്ഹബിന്റെ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ചില പ്രത്യേക വീക്ഷണങ്ങളുണ്ട്. മഹാനവറുകൾ പറയുമായിരുന്നു, ജഡ്ജായി ജോലി ചെയ്യുന്ന എല്ലാവരുടെയും മുഖത്ത് സങ്കടം കാണുക സ്വാഭാവികമാണ്. എന്നാൽ മദീനയിൽ ജഡ്ജിമാരായി ജോലി ചെയ്ത രണ്ടാളുകളുടെ മുഖത്ത് ഞാൻ സങ്കടം കണ്ടിട്ടില്ല, അതുകൊണ്ട് അവരുടെ ഹദീസ് ഞാൻ സ്വീകരിക്കില്ല. എങ്ങനെ ഖാദിയായി ഒരു വിധി പറഞ്ഞാൽ, പടച്ചോനെ ഞാൻ ഇന്നലെ വിധി പറഞ്ഞ അയാൾക്ക് എതിരായി ഞാൻ പറഞ്ഞത് അങ്ങനെ തന്നെയാണോ പടച്ചോനെ, എനിക്ക് തെറ്റുപറ്റിപ്പോയിട്ടുണ്ടാവോ, തെളിവ് എനിക്കെതിരായിട്ടുണ്ടാവോ, ഞാൻ പറഞ്ഞത് ശരിയാണോ എന്ന സങ്കടം ഒരു മുഅ്മിനായ ജഡ്ജിന് വരൽ അനിവാര്യമാണ്. കുല്ലു ഖാദിൻ തദ്ഹറു അലാ വജ്ഹിഹിൽ കആബ, ഏതൊരു ജഡ്ജിന്റെ മുഖത്തും ദുഃഖം വരൽ സ്വാഭാവികമാണ്. കാരണം അത് സന്തോഷിക്കാൻ പറ്റുന്ന ജോലിയല്ല, ആ ജോലി വലിയ ഉത്തരവാദിത്വമുള്ള ജോലിയാണ്. നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ കയ്യും കെട്ടി മറുപടി പറയേണ്ട ജോലിയാണ്. അതുകൊണ്ട് മദീനയിലെ ജഡ്ജിമാരിൽ രണ്ടാളുടെ മുഖത്ത് ഞാൻ സങ്കടം കാണാതിരുന്നപ്പോ ആ രണ്ടുപേരും ഈ ജോലി ഇത്ര ലാഘവത്തോടെ കാണുന്ന ആളുകളാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടതിന്റെ പേരിൽ ഞാൻ അവരിൽ നിന്ന് ഹദീത്ത് സ്വീകരിക്കുകയില്ല എന്ന് തീരുമാനമെടുത്ത ഹദീത്ത് പണ്ഡിതനാണ് മാലിക്കി മദ്ഹബിന്റെ ഇമാം, മഹാനായ ഇമാമു ദാരിൽ ഹിജ്റ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു തആല അൻഹു. മുഖത്ത് സങ്കടമില്ല. എന്തുകൊണ്ട്? അവർക്കതിന്റെ ഉത്തരവാദിത്വത്തിന്റെ ബോധം വന്നിട്ടില്ല. അങ്ങനത്തെ ആളുകളുടെ ഹദീസ് എനിക്ക് വേണ്ട. മാലിക് ഇമാമിന്റെ വലിയ വീക്ഷണങ്ങളുണ്ട്. അയ്യൂബ് സഖ്തിയാനി തങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, നിങ്ങൾ വേറെ കേട്ടിട്ടുണ്ടാവുന്നത്. അയ്യൂബ് സഖ്തിയാനി തങ്ങളുടെ ഹദീസ് ഇമാം മാലിക് എന്നവർ സ്വീകരിക്കാൻ തുടങ്ങിയത് മഹാനവറുകൾ ഹജ്ജിന് വന്നതിന് ശേഷം. അയ്യൂബ് സഖ്തിയാനി എന്ന് പറഞ്ഞാൽ വലിയ കറാമത്തുള്ള മഹാനാണ്. മക്കയിലേക്ക് എത്തുമ്പോഴേ കൂടെ വന്ന ആളുകളോട് സഖ്തിയാൻ നാട്ടുകാരോട് പറയാൻ, കറാമത്ത് കറാമത്ത് എന്ന് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഒരു പറഞ്ഞു, ചിലർ പറഞ്ഞുണ്ട്, ചിലർ പറഞ്ഞില്ല. ഞാൻ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. മക്കയോടടുത്ത് നിൽക്കുമ്പോൾ ഒരു പാറയിൽ വിരല് വെച്ചിട്ട് പറഞ്ഞു, ഈ പാറയിൽ നിന്ന് ഞാൻ വെള്ളം കാണിച്ചു തരാം, പക്ഷെ ഞാൻ മരിക്കണവരെ ഈ കണ്ട കാര്യം ആരോടും പറയാൻ പാടില്ല. അങ്ങനെ മഹാനവറുകൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് പാറയിൽ വിരല് വെച്ചമർത്തി. മഹാനായ താബിഈങ്ങളുടെ കാലത്ത് കഴിഞ്ഞുപോയ പ്രഗത്ഭൻ കൈയെടുത്തപ്പോൾ അവിടുന്ന് വെള്ളം അണപൊട്ടി ഒഴുകി. ആ വെള്ളം കൂടെയുള്ള ആളുകളൊക്കെ കുടിച്ചു. എല്ലാവരുടെ ആവശ്യം കഴിഞ്ഞപ്പോൾ അവിടെ കൈവച്ചു വീണ്ടും അതേപോലെ ബിസ്മി ചൊല്ലി ആ വെള്ളം അവിടെ നിന്നു. അങ്ങനത്തെ ഇൻസ്റ്റന്റ് അല്ലാഹുവിന്റെ കറാമത്ത് കാണിച്ച വലിയ അയ്യൂബ് സഖ്തിയാനി തങ്ങൾ. എന്നിട്ടും ഇമാം മാലിക് എന്നവർ മഹാനവറുടെ ഹദീത്തിന്റെ റിവായത്തുകൾ സ്വീകരിച്ചിരുന്നില്ല എന്നാണ്. എന്തേ കാരണം എന്നറിയോ? ഖൽബിന്റെ ഉള്ളിൽ അല്ലാഹുവിന്റെ റസൂലിനോട് മഹബ്ബത്തുണ്ടോ എന്ന് ബോധ്യപ്പെടാത്തതിന്റെ പേരിൽ. സുബ്ഹാനല്ലാഹ്. ഫലമ്മാ ഹജ്ജ ഹജ്ജതഹു, മഹാനായ അയ്യൂബ് സഖ്തിയാനി തങ്ങൾ ഹജ്ജിന് വന്നപ്പോൾ മാലിക് ഇമാം എന്ന മക്കയിലുണ്ട്. മാലിക് ഇമാം പറയാ, ഈ മഹാന്റെ ഹദീസുകൾ എനിക്ക് വേണം, പക്ഷെ ഈ ആളതിന് ക്വാളിഫൈഡ് ആണോ അല്ലേ എന്ന് എനിക്കറിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ കുൻതു അർമുഖുഹു, ഞാൻ അദ്ദേഹത്തെ ശരിക്കും നിരീക്ഷിക്കുകയായിരുന്നു. മക്കയിലെ ഹജ്ജ് കഴിഞ്ഞിട്ട് നിസ്കാരത്തിന്റെ അടിയിലൊക്കെ അയ്യൂബ് സഖ്തിയാനിയെ ദൂരെ നിന്ന് ഇമാം മാലിക് എന്നവരിങ്ങനെ വീക്ഷിക്കാൻ തുടങ്ങി. ഈ കറാമത്തുള്ള മഹാനായിട്ട് പോലും ഹദീസ് മുഅത്തയിലെ റിവായത്തുകളിൽ അയ്യൂബ് സഖ്തിയാനി തങ്ങളുടെ ഏതാനും കുറച്ച് റിവായത്തുകളെ ഉള്ളൂ. അത് സ്വീകരിക്കാൻ ഇമാം മാലിക് എന്നവർ കണ്ട ന്യായം നോക്കണം. അതാണ് അത്ഭുതം. മഹാനവറുകൾ പറയാണ്, കുഞ്ചോർമുഖുഹു, ഞാൻ അയ്യൂബ് സഖ്തിയാനിയെ ശരിക്കിങ്ങനെ വീക്ഷിക്കുമ്പോൾ കുല്ലമാ ദുഖിറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അജ്ഹശ ബിൽ ബുകാ, അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് മക്കായുടെ പള്ളിയിൽ പറയപ്പെടുമ്പോൾ, മക്കയിലെ പള്ളിയിൽ നടക്കുന്ന ദർസുകളിൽ ഹബീബായ നബി തങ്ങളുടെ ഹദീസ് പറയപ്പെടുമ്പോൾ, ഹബീബിന്റെ പേര് പറയപ്പെടുമ്പോൾ ഈ മഹാൻ പൊട്ടി പൊട്ടി തേങ്ങി തേങ്ങി കരയുന്നത് ഞാൻ കണ്ടു.
അവിടെ മുതലാണ് കതബ്തു അൻഹു, അത് ഞാൻ കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് അയ്യൂബ് സഖ്തിയാനിയുടെ ഹദീത്ത് ഞാൻ സ്വീകരിക്കാൻ തുടങ്ങിയത് എന്ന് പറഞ്ഞതും ഇതേ മഹാൻ തന്നെ. മുഖത്ത് സങ്കടം കാണാത്തതിന്റെ പേരിൽ 2 ജഡ്ജിമാരുടെ ഹദീത്തുകൾ ഞാൻ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞ അതേ മഹാൻ അയ്യൂബ് സഖ്തിയാനി എന്ന അള്ളാഹുവിന്റെ വലിയ പുണ്യ നബി തങ്ങളുടെ പേര് കേട്ടിട്ട് പൊട്ടിക്കരയുന്നത് കണ്ടപ്പോൾ ഫകതബ്തു അൻഹു, അവിടെ മുതൽ ഞാൻ മഹാന്റെ ഹദീത്ത് സ്വീകരിക്കാൻ തുടങ്ങി. ഇതൊക്കെ മദ്ഹബിന്റെ ഇമാമിങ്ങളാണ്, അവരുടെ ഇജ്തിഹാദുകളാണ് ഇതൊക്കെ. യാ അല്ലാഹ്, അത്രയും പരിശുദ്ധമാണ് നമ്മുടെ ഹദീസുകൾ എന്ന് മനസ്സിലാക്കണം. ഈ ഹദീസുകൾ ഇങ്ങനെ വെറുതെ കേട്ടത് മുഴുവൻ എടുത്താൽ ആര് പറഞ്ഞു എന്നത് വലിയൊരു വിഷയമാണ്. എന്ത് പറഞ്ഞു എന്നതല്ല, പറയുന്ന ആളിന്റെ വ്യക്തിത്വം. ഇതാണ് ശരീഅത്തുൽ ഇസ്ലാമിന്റെ വലിയൊരു മനോഹാരിത. ഹദീസ് ദഈഫാകുന്നതും ഹദീസ് സ്വഹീഹാവുന്നതും ഒക്കെ വലിയൊരളവോളം അത് പറയുന്ന ആളിന്റെ വ്യക്തിത്വത്തിനനുസരിച്ചാണ്. അതുകൊണ്ട് കആബത്ത് ഫലം യകുൻ മാലികുൻ യർവി അൻ ദൈനിക റജുലൈൻ, മുഖത്ത് സങ്കടം കാണാതിരുന്ന ആ 2 ആളുകളുടെ ഹദീസുകൾ ഇമാം മാലിക് എന്നവർ സ്വീകരിക്കാറില്ലായിരുന്നു എന്ന് മഹാനായ ഇമാം മാലിക് തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. മഹാനായ മുആവിയ ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹു ഖുലഫാഉർ റാഷിദീങ്ങൾക്ക് ശേഷം ഖലീഫയായി വന്ന ഷാം ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ട് ഭരണം നടത്തിയ മുആവിയ റളിയല്ലാഹു അൻഹു, മുആവിയ ഇബ്നു അബീ സുഫിയാൻ ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹുമാ, മഹാനായ മുആവിയ തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഒരാൾ പറഞ്ഞു, ലൻ നഖ്ബലൽ ദുൽം. മുആവിയ എന്ന ഖലീഫ 10-12ഓളം രാജ്യങ്ങളുടെ നേതാവാണ്. മുആവിയ റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു, മുആവിയ തങ്ങളെ, അനീതി ഞങ്ങൾ അംഗീകരിക്കുകയില്ല. ഭരണാധികാരിയോട് നേരിട്ട് വന്ന് പറയാൻ, നിങ്ങൾ എന്ത് വിധിച്ചാലും അനീതിയാണോ ഞങ്ങൾ സമ്മതിക്കുകയില്ല. ഇത് പറഞ്ഞപ്പോ ഹൽ തസ്തീഉ റദ്ദഹു, ഞാൻ പറയുന്ന വിധിന്യായം തെറ്റാണെങ്കിൽ, അനീതിയാണെങ്കിൽ ആ അനീതിയെ തടുക്കാൻ നിങ്ങളെ കൊണ്ടാകുമോ? മുആവിയ തങ്ങളെ ചോദിച്ചതാണ്. ഇത് ബുദ്ധിമുട്ടാക്കാൻ വേണ്ടി ചോദിച്ചതല്ല, അയാളുടെ ഉള്ളറിയാൻ വേണ്ടി ചോദിച്ചതാ. ഞാൻ അങ്ങനെ അനീതിയോടുകൂടെ അനീതിയായി വിധി പറയുകയാണെങ്കിൽ ആ നിയമത്തെ തടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ? അദ്ദേഹം പറഞ്ഞു, അമീറുൽ മുഅ്മിനീനെ, ആടിനെ അറുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ ആടിനെ അറുത്തു കഴിഞ്ഞാൽ ആ ആടിന്റെ കഴുത്ത് മുറിഞ്ഞ് ചോരൊലിക്കുമ്പോൾ ആ പച്ചപ്പാവം മൃഗം അതിന്റെ കാലിട്ടടിക്കുന്നത് കാണുന്നില്ലേ? തന്നോട് കാണിച്ച ദുൽമ് ഞാൻ അംഗീകരിക്കുന്നില്ല എന്നത് വിളിച്ചു പറയുന്നതിന്റെ അടയാളമാണത്. ബഹുമാന്യരായ മുഖ്താർ തങ്ങളവറുകളെ വേദിയിലേക്ക് വരാണ്. ഇൻഷാ അല്ലാഹ് തങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് വരും. ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തങ്ങൾ നേതൃത്വം നൽകും. ഇൻഷാ അല്ലാഹ് സമയമായല്ലോ, 10:30 മണിയാകുമ്പോഴേക്കും നിർത്തണം നിർബന്ധമായിട്ടും. നമ്മുടെ സമയം വളരെ ക്രൂഷ്യലാണ്. തങ്ങൾ എത്തിക്കഴിയുമ്പോഴേക്കും ഞാൻ നിർത്തുവേ. ഇൻഷാ അല്ലാഹ് തങ്ങൾ വരൂലേ? ഇൻഷാ അല്ലാഹ്. ലൻ നഖ്ബലൽ ദുൽമ, ഞങ്ങൾ അനീതി ഒരിക്കലും വെച്ചു പൊറുപ്പിക്കുകയില്ല എന്ന് മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കൊട്ടാരത്തിൽ വന്നുകൊണ്ട് ആസ്ഥാനത്ത് വന്ന് പറഞ്ഞപ്പോ ഹൽ തസ്തീഉ റദ്ദഹു, ആ ദുൽമിനെ അതിജയിക്കാനോ അതിനെ തള്ളിക്കളയാനോ അതിനെ തടഞ്ഞു വെക്കാനോ നിങ്ങളെ കൊണ്ടാകുമോ സഹോദരാ? ഇത് പറഞ്ഞപ്പോഴാണ് പറയുന്നത്, ഞങ്ങൾക്ക് സഹിക്കാൻ ഒരുപക്ഷെ തടുക്കാനും തള്ളിക്കളയാനും കഴിഞ്ഞില്ലെന്ന് വരാം, പക്ഷേ ഞങ്ങൾ ഞങ്ങളുടെ പ്രതിഷേധം അറിയിക്കുകയാണ്. ഏതുപോലെ അറുക്കപ്പെടുന്ന മൃഗം അതിന്റെ അറവ് കഴിഞ്ഞാൽ അതിന്റെ കാലിട്ടടിക്കുന്നത്, തന്നോട് ചെയ്ത ഈ അറവെന്ന ദുൽമിന് ഞാനതിനെ സമ്മതിക്കുന്നില്ല എന്ന് ആ മൃഗം ഒന്ന് വിളിച്ചു പറയലാണ്. ആ കാലിട്ടടിച്ചത് കൊണ്ട് ആ മൃഗത്തിന് എഴുന്നേറ്റ് ഓടാനൊന്നും കഴിഞ്ഞില്ലെങ്കിലും അതതിന്റെ പ്രതിഷേധം അറിയിക്കുന്നില്ലയോ? അതുപോലെ ദുൽമിനെതിരെ ഞങ്ങൾ പ്രതിഷേധിക്കുകയാണ് എന്ന് മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ചെന്നുകൊണ്ട് അനുയായികളായി ഉമ്മത്തിന്റെ മെമ്പർമാർ അവിടെ ചെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്തിന്? അനീതി, പക്ഷപാതിത്വം പാടില്ല. ആര് ഭരണം നടത്തിയാലും ജനങ്ങൾക്ക് നീതി ഒരുപോലെ ലഭിക്കണം. അത് സ്വന്തം പാർട്ടിക്കാരല്ലാത്തവരെ ചെയ്യാൻ പാടില്ല എന്നാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു
സാഹിബു റസൂലില്ലാഹി സാഹിബുഹു ഫിൽ ഗാർ, ഹബീബിന്റെ കൂടെ തൗർ ഗുഹയിൽ കഴിഞ്ഞ ലാ തഹസൻ ഇന്നല്ലാഹ മഅനാ എന്ന് ഹബീബ് ആരോടാണോ പറഞ്ഞത്, ആ പ്രിയപ്പെട്ട കൂട്ടുകാരൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്തപ്പോ എന്തൊരു മനോഹരമാണ്. 2 വർഷത്തെ ഭരണം. വലിയ അത്ഭുതം എന്താണെന്നറിയോ? ഹബീബിന്റെ അഹ്ബാബിങ്ങളായ സ്വഹാബിമാരിൽ പലരുടെയും ആയുസ് ഹബീബിന്റേതുപോലെയായിരുന്നു. തങ്ങൾ വഫാത്താകുന്നത് 63, സിദ്ദീഖ് തങ്ങൾ വഫാത്താകുന്നത് 63, ഉമർ തങ്ങൾ വഫാത്താകുന്നത് 63-ാം വയസ്സിൽ, അലിയാർ തങ്ങൾ വഫാത്താകുന്നത് 63, സുബൈർ എന്നവർ വഫാത്താകുന്നത് 63, ത്വൽഹ തങ്ങൾ വഫാത്താകുന്നത് 63. ഹബീബിന്റെ ഇഷ്ടപ്പെട്ട സ്വഹാബിമാരിൽ അധിക പേരും 63 വയസ്സിൽ മരണപ്പെട്ടവരാണ്. സുബ്ഹാനല്ലാഹ്, അത് വല്ലാത്തൊരു അത്ഭുതമാണ്, വല്ലാത്തൊരു അല്ലാഹുവിന്റെ തർത്തീബാണത്. മഹാനായ സിദ്ദീഖ് തങ്ങൾ വഫാത്തായതും അങ്ങനെ. സിദ്ദീഖ് തങ്ങൾ പറയുമായിരുന്നു, യഅലമൂ, അധികാരമേറ്റെടുത്തപ്പോൾ മഹാനായ സിദ്ദീഖ് തങ്ങളുടെ പ്രഖ്യാപനം, ഇസ്ലാം നീതിക്കൊപ്പമാണെന്നും ഈ പ്രസ്ഥാനം മനുഷ്യ നന്മയുടെ കൂടെയാണെന്നും, അൽ ഹഖ്ഖു ഖദീം, സത്യം അത്രമേൽ പഴക്കമുള്ളതാണ്, ആ പഴക്കമുള്ള നന്മയെ നിങ്ങൾക്ക് തുടച്ചു നീക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ ഉമർ തങ്ങളുടെ വാക്കുകളെ അന്വർത്ഥമാക്കുന്നത്, യഅലമൂ അന്ന അഖ്വാകും ഇൻദിയൽ മദ്ലൂം, നിങ്ങളിൽ അക്രമത്തിന് വിധേയരായ ആളുകൾ അവരാണ് എൻ്റെ അടുത്ത് കരുത്തുള്ളവര്. ഹത്താ ആഖുദ ലഹു ഹഖ്ഖഹു, അവർക്ക് അവകാശപ്പെട്ട ന്യായം, അവർക്ക് അവകാശപ്പെട്ട നീതി ഞാൻ അവർക്ക് വാങ്ങിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. വഅദ്അഫുകും ഇൻദീ അല്ലാലിം, നിങ്ങളിൽ ഏറ്റവും ദുർബലനായ ആള് നിങ്ങളിലെ ഗാങ്സ്റ്റേഴ്സാണ്, നിങ്ങളിലെ ഗുണ്ടകളാണ്, നിങ്ങളിലെ ളാലിമീങ്ങൾ എന്റെ മുമ്പിൽ ദുർബലരാണ്. ഞാൻ അവരിൽ നിന്ന് മറ്റുള്ളവർക്ക് അവകാശപ്പെട്ട ഹക്ക് ഞാൻ അവരിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കും എന്ന് പറഞ്ഞ ഹബീബിന്റെ കൂട്ടുകാരനാണ് ഒന്നാമത്തെ ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതൊരു പ്രഖ്യാപനമാണ്. സിദ്ദീഖ് എന്നവർ എന്തൊരു പാവായിരുന്നു എന്നാ. റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായിടം മുതൽ സിദ്ദീഖ് തങ്ങളുടെ വ്യക്തിത്വം ശരിക്കും വ്യത്യാസപ്പെടുന്നത് കാണാൻ കഴിയും. പിന്നെ കടുത്ത തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നൊരു മഹാനായി. തങ്ങൾ വഫാത്തായി കിടക്കും, ഹബീബിന്റെ കൂടെ ഹിജറ പോകുമ്പോ കുറച്ച് മുമ്പിൽ നടക്കും, പിന്നെ ബാക്കിൽ നടക്കും, പിന്നെ സൈഡിൽ നടക്കും, പിന്നെ ഇടതുഭാഗത്ത് നടക്കും. സിദ്ദീഖ് തങ്ങളെ, നിങ്ങൾ എന്തായി ചെയ്യണത്? നബിയേ, ചിലപ്പോ എനിക്ക് തോന്നും വലതുഭാഗത്ത് നിന്ന് ആരെങ്കിലും വരുമോ, അപ്പൊ ഞാൻ വലതുഭാഗത്ത് നിൽക്കും അങ്ങയുടെ. പിന്നെ എനിക്ക് തോന്നും ബാക്കിൽ നിന്ന് ആരെങ്കിലും അങ്ങയെ ആക്രമിക്കാൻ വരുമോ, അപ്പൊ ഞാൻ ബാക്കിൽ പോയി നിൽക്കും അങ്ങയുടെ. ചിലപ്പോ തോന്നും മുമ്പ് ആരെങ്കിലും വരുമോ. മദീനയിലേക്ക് ഹിജ്റ പോവുക, ആരും പോയിട്ടില്ലാത്ത വഴികളിലൂടെ. അങ്ങനെ ഹബീബിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സുരക്ഷിതത്വം കൊടുത്ത മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂടെ ഹിജ്റക്ക് അനുമതി കിട്ടിയപ്പോ, ജീവൻ പോകുന്ന ആ യാത്രക്ക് അള്ളാഹു അനുമതി നൽകിയപ്പോ സന്തോഷം കൊണ്ട് പൊട്ടിക്കരഞ്ഞ സ്വഹാബിയാണ് ഈ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പക്ഷേ ഭരണം കിട്ടിയപ്പോ, എന്റെ റസൂലുള്ളാഹി ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ നിങ്ങൾ കൊടുത്തിരുന്ന സകാത്തിന്റെ മൃഗത്തിന്റെ കഴുത്തിൽ ഒരു കയറുണ്ടായിരുന്നെങ്കിൽ, ഞാൻ ഖലീഫയാകുമ്പോ ആ കയറ് നിങ്ങൾ നൽകിയില്ലെങ്കിൽ പോലും നിങ്ങളോട് ഞാൻ യുദ്ധം ചെയ്തേക്കുമെന്ന് പറയാൻ മാത്രം ചങ്കൂറ്റം കാണിച്ച മഹാനായ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മഹാൻ പറയാ, നിങ്ങളിലെ മദ്ലൂം, നിങ്ങളിൽ ആക്രമിക്കപ്പെടുന്ന ആള് എന്റെ മുമ്പിൽ ശക്തനാണ്, നിങ്ങളിലെ അക്രമികൾ എന്റെ മുമ്പിൽ ദുർബലരാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രഖ്യാപനമാണിത്. ഒരുപാട് അന്നത്തെ ആലിമീങ്ങൾ ഒരു നിയമമങ്ങ് പറഞ്ഞാൽ ആ നിയമത്തെ മറികടക്കാൻ ആർക്കും കഴിയുമായിരുന്നില്ല. സ്പെയിനിലെ ഭരണാധികാരി, ആ ഭരണാധികാരി അവിടുത്തെ റമദാനിൽ അദ്ദേഹം ഒരു തെറ്റ് ചെയ്തപ്പോ, മഹാനായ പണ്ഡിതൻ യഹ്യ ഇബ്നു യഹ്യ അൽ-ലൈസി റളിയല്ലാഹു അൻഹു, മുഅത്തയുടെ റാവിയാണ്. സ്പെയിനിൽ മുഅത്തയുടെ റിവായത്തുകളിൽ മഹാനവറുകൾ റാവിയാണ്. അൻ യഹ്യ ഇബ്നു യഹ്യ അൽ-ലൈസി അൻ മാലിക് ഇമാമിൽ നിന്ന് നേരിട്ട് ഹദീസ് പഠിച്ച ശിഷ്യനാണ് മഹാനായ യഹ്യ ഇബ്നു യഹ്യ അൽ-ലൈസി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം സ്പെയിനിലായിരുന്നു, അന്ദുൽസിലായിരുന്നു. അപ്പൊ അന്നത്തെ ഭരണാധികാരി, അവിടുത്തെ ഖലീഫ്, അവിടുത്തെ അമീറായിരുന്ന മനുഷ്യൻ റമദാനിൽ തന്റെ ഭാര്യയുമായി ശയിച്ചു. റമദാനിന്റെ പകലിലെ നോമ്പ് നഷ്ടപ്പെടുത്തി.
അപ്പൊ എന്താണ് പ്രായശ്ചിത്തം എന്നതിനെ കുറിച്ച് അന്നത്തെ ആലിമീങ്ങൾ വിളിച്ചു വരുത്തി അദ്ദേഹം ചോദിച്ചു. ആലിമീങ്ങളൊക്കെ പറഞ്ഞു 3 ചോയ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. അന്ന് അവരുടെ ഫിഖ്ഹിൽ, അവരുടെ വീക്ഷണത്തിൽ അങ്ങനെയാണ് അതിനെ സംബന്ധിച്ച് അവർ പറഞ്ഞത്. എങ്ങനെ? ഒന്നുകിൽ അടിമകളെ മോചനം ചെയ്യാം, ഒരടിമയെ മോചിപ്പിക്കുക, അല്ലെങ്കിൽ 60 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ 2 മാസം നോമ്പെടുക്കുക. ഇതിലേതെങ്കിലും ഒന്ന് ചെയ്താൽ നിങ്ങളുടെ പ്രായശ്ചിത്തം വീടും എന്ന് അന്നത്തെ ഫുഖഹാക്കൾ മറുപടി പറഞ്ഞപ്പോ മഹാനായ യഹ്യ ഇബ്നു യഹ്യ അൽ-ലൈഥി തങ്ങൾ പറഞ്ഞു, ഭരണാധികാരി പകലിൽ ജിമാഅ് ചെയ്തിട്ട് നോമ്പ് മുറിച്ചല്ലേ, അയാൾക്ക് ഈ ഖിയാറുകളൊന്നുമില്ല, ഒരു ചോയ്സും ഇല്ല, 2 മാസം തുടർച്ചയായി നോമ്പെടുക്കണം എന്ന് പറഞ്ഞു. അത് മാത്രമേ ഉള്ളൂ നിയമം എന്ന് പറയും. അപ്പൊ അടിമയും അതൊന്നും മൂപ്പർക്ക് പറഞ്ഞതല്ല എന്ന് പറയും. മൂപ്പർക്ക് എത്ര അടിമകളെ മോചിപ്പിച്ചിട്ട് റമളാൻ മുഴുവൻ ഫസാദാക്കി കൂടെ? എന്തിന് ശർഅ നിയമം വെച്ചു? ആ തെറ്റിലേക്ക് പോകാതിരിക്കാൻ, റമളാനിന്റെ പകലിനെ ഫസാദാക്കാതിരിക്കാൻ. ഇയാൾക്ക് 60 മിസ്കീനോ 6000 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കാൻ പൈസ ഇയാളുടെ കയ്യിലുണ്ടല്ലോ, അതുകൊണ്ട് അയാൾക്ക് ആ നിയമം ബാധകമല്ല. ഇയാൾ ഇനി റമളാനിനെ ഫസാദാക്കാതിരിക്കണമെങ്കിൽ അയാൾ 2 മാസം നോമ്പെടുക്കുക മാത്രമേ അയാൾക്ക് പരിഹാരമുള്ളൂ. ഒന്നുകിൽ ഇത്, അല്ലെങ്കിൽ അത്. ഈ നിയമം ഈ ഭരണാധികാരിക്ക് ബാധകമല്ല എന്ന് യഹ്യ ഇബ്നു യഹ്യ അൽ-ലൈഥി എന്ന് പറയുന്ന ഇമാം മാലിക് എന്നവരുടെ ശിഷ്യൻ കൊടുത്ത ഫത്വയാണ്. ആ ഫത്വക്ക് സ്പെയിനിന്റെ അമീറിന് വഴങ്ങേണ്ടി വന്നു. സുബ്ഹാനല്ലാഹ്. ഇസ്സ് ഇബ്നു അബ്ദുസ്സലാം തങ്ങള് ഈജിപ്ത് കണ്ട, ലോകം കണ്ട പ്രഗത്ഭനായ മഹാനായ ആലിമാൻ, മഹാനായ ഇസ്സ് ഇബ്നു അബ്ദുസ്സലാം, ഷൈഖുൽ ഇസ്ലാം എന്നറിയപ്പെടുന്ന മഹാനാണ്. മഹാനവറുകൾ ഈജിപ്തിൽ ജീവിച്ചിരിക്കുന്ന കാലം ഈജിപ്തിന്റെ ഒരു മിനിസ്റ്റർ, അവിടുത്തെ ഒരു മന്ത്രി എന്തോ ദീനിന്റെ നിയമങ്ങളെ പുച്ഛിച്ചു പറയുകയും അമാഇമുൽ ഉലമാഇ തഹ്ത റിജ്ലി, പണ്ഡിതന്മാരുടെ തലപ്പാവുകളൊക്കെ എന്റെ കാലിന്റെ താഴെയാണ്, അങ്ങനെ ഒരു ഡയലോഗും ഇയാൾ പറഞ്ഞു. ഇസ്സ് ഇബ്നു അബ്ദുസ്സലാം തങ്ങൾ ആ വിഷയം പഠിച്ചുകൊണ്ട് പറഞ്ഞു, ഈ മനുഷ്യൻ ഇസ്ലാമിൽ നിന്ന് മുർത്തദ്ദായി പോയിരിക്കുന്നു. ഒരു ആലിമിന്റെ ഫത്വയാണ്. ആലിമീങ്ങളെയും ദീനിന്റെ ഹുർമാച്ചുകളെയും ദീനിന്റെ ഷായിറുകളെയും ഇങ്ങനെ താറടിച്ചു കളയുന്നൊരു മനുഷ്യൻ, ഹഖംതു ബിരിദ്ദതിഹി, ആ മനുഷ്യൻ മുർത്തദ്ദാണെന്ന് പറഞ്ഞു. ഈജിപ്തിൽ ഒരാളും ആ മനുഷ്യൻ അഭയം കൊടുത്തില്ല, ഒരാളും അഭയം കൊടുത്തില്ല. അങ്ങനെ അന്നത്തെ ഖലീഫയുടെ കത്തെടുത്തുകൊണ്ട് അദ്ദേഹം ഒരു ശുപാർശ, ഈജിപ്തിൽ ഒന്നും നിൽക്കാൻ ഒരു മുസ്ലിം രാജ്യത്തും അയാളെ സ്വീകരിച്ചില്ല എന്നാ. അങ്ങനെ അയാൾ തീരുമാനിച്ചു പേർഷ്യയിലേക്ക് പോകാം. പേർഷ്യയിലേക്ക് പോയപ്പോ പേർഷ്യൻ രാജാവിന്റെ മുമ്പിൽ ഇറാനിലേക്ക് ചെന്നിട്ട് ഈ മന്ത്രി കത്ത് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ഖലീഫ തന്ന കത്താണ്, എന്നെ നിങ്ങളുടെ നാട്ടിലേക്ക് സ്വീകരിക്കണമെന്ന്. ആ കത്ത് വായിച്ചു നോക്കുന്നതിന്റെ മുമ്പ് ഒരു കുഫറിന്റെ രാജ്യം ഭരിക്കുന്ന അന്നത്തെ ഭരണാധികാരി പറഞ്ഞു, നിന്റെ പേര് ഇന്നാലിന്ന പേരാണെങ്കിൽ നിന്നെ ഇസ്സ് ഇബ്നു അബ്ദുസ്സലാം എന്ന ഈജിപ്തിന്റെ ഫഖീഹ് മുർത്തദ്ദാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ നാട്ടിലേക്കും നീ കടക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പേർഷ്യയിലേക്ക് പോലും കാലുകുത്താൻ കഴിയാതെ ആ മനുഷ്യൻ വളരെ വിഷമിച്ചുപോയി എന്ന് ചരിത്രം രേഖപ്പെടുത്തുക. എന്തേ? ഒരു ആലിമിന്റെ ഇടപെടലാണ്, ഒരു ആലിമിന്റെ ഫത്വയാണ്. വിഷയങ്ങളെ അതിന്റെ ഗൗരവം മനസ്സിലാക്കി ഇസ്ലാമിന്റെ ശഈറത്തുകൾ, ദീനിന്റെ ഹുറുമാത്തുകൾ, ദീനിന്റെ മആലിമുകൾ, ഈ ദീനിന്റെ അടയാളങ്ങളെ അപമതിക്കുകയോ അല്ലെങ്കിൽ നിസ്സാരമായി കാണുകയോ ചെയ്യുന്നത് ഇസ്ലാമിക ശരീഅത്തിൽ ഒരു 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 മുഅ്മിനും ചെയ്യാൻ പാടില്ലാത്ത, ഇസ്ലാം അനുവദിച്ചു കൊടുക്കാത്തൊരു വിഷയമാണ്. അതിനൊരു ആലിം ഒരു ഫത്വ പറഞ്ഞു കഴിഞ്ഞാൽ ആ ആലിമിനെ മറികടക്കാൻ ആർക്കും കഴിയുമായിരുന്നില്ല. അത്രമേൽ ന്യായത്തിന് വേണ്ടി നിലകൊണ്ട ഒരു ദീനാണിത്. സത്യം, അത് ഭരണാധികാരിക്കാണെങ്കിലും സത്യമേ അവിടെ നടപ്പാക്കാൻ പറ്റൂ. ഭരണാധികാരി ആയതിന്റെ പേരിൽ അയാൾക്കൊരു വേറെ നിയമം അങ്ങനെയില്ല. ആ നീതിയുടെ പാഠമാണ് ദീനിന്റെ മഹാരഥന്മാരായ ഖുലഫാഉർ റാഷിദുകൾ ലോകത്തിന് പഠിപ്പിച്ചത്. നമുക്കറിയോ, ഉമർ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ മദീനയിലൂടെ വഫദുകളായ ആളുകൾ, പുറം രാജ്യങ്ങളിൽ നിന്ന് വന്നവര് ഖലീഫയെ തേടി ഇങ്ങനെ നടക്കുമ്പോ ഈത്തപ്പനയുടെ താഴെ ഉമർ റളിയല്ലാഹു അൻഹു ഉറങ്ങുന്നത് കാണാൻ പറ്റിയിട്ടുണ്ട്. പോലീസുകാർ കൂടെയില്ല, ഗാർഡുകൾ കൂടെയില്ല, ഹെൽപ്പർമാര് കൂടെയില്ല.
ഒരാളും ഒരു സെക്യൂരിറ്റി ഗാർഡ് പോലും കൂടെയില്ലാതെ 21 രാജ്യങ്ങളുടെ ഭരണാധികാരി ഈത്തപ്പനയുടെ താഴെ ഒരു കയ്യും വെച്ച് ഇങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട്, ഉമറേ, നിങ്ങൾ നീതി നടപ്പാക്കിയപ്പോൾ നിങ്ങളുടെ രാജ്യം സുരക്ഷിതമായി. നിങ്ങളുടെ രാജ്യം സുരക്ഷിതമായപ്പോൾ ഒരു പേടിയുമില്ലാതെ ഭരണാധികാരിയായ നിങ്ങൾക്ക് എവിടെ കിടന്നും ഉറങ്ങാൻ പറ്റുന്ന അവസ്ഥയുണ്ടായി. അത് നിങ്ങളുണ്ടാക്കിയ നന്മയാണ്, നിങ്ങളുടെ നന്മയാണ്. നീതി നിങ്ങൾ നടപ്പാക്കിയത് കൊണ്ടാണെന്ന് ഉമർ തങ്ങളെ നോക്കി അന്യ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ പറയാറുണ്ടായിരുന്നു. എത്രത്തോളം ഉമർ റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഷഹാദത്ത്, മഹാനവറുകൾ ഷഹീദാണ്. മഹാനവറുകളെ അബൂ ലുഅ്ലുഅത്ത് കുത്തുന്ന നേരം മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഷഹീദായി വീഴുമ്പോൾ ജിന്നുകൾ പോലും അതിൽ സങ്കടപ്പെട്ട് കരഞ്ഞിട്ടുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഒരു റിവായത്തുണ്ട്, ജിന്നുകൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മരണം സംഭവിച്ചപ്പോൾ ജിന്നുകൾ പോലും സങ്കടപ്പെട്ടു. എന്നിട്ട് അവരൊരു പാട്ട് പാടിയിട്ടുണ്ട്. ആ പാട്ടിന്റെ ഉറവിടം ജിന്നുകളുടേതാണ് എന്നാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ റിവായത്തുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ഹജ്ജ് കഴിഞ്ഞ് വരുമ്പോൾ ഒരു ഒട്ടകപ്പുറത്താണ് ഈ സംഭവം നടക്കുന്നത്. ജിന്നുകൾ പാടുകയാണ്, അലൈക സലാമുൻ മിൻ ഇമാമിൻ വബറകത്, അലൈക സലാമുൻ മിൻ ഇമാമിൻ വബറകത്, യദുല്ലാഹി ഫീ ദാകൽ അദീമിൽ മുമസ്സഖി. കീറിപ്പറഞ്ഞു കിടക്കുന്ന ആ തൊലിക്കുള്ളിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഞങ്ങളുടെ നേതാവായ ഉമറേ, നിങ്ങൾക്ക് സലാം, ഞങ്ങൾ യാത്ര പറയുകയാണ് നിങ്ങളോട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയാണ് ഇത് ഉദ്ധരിക്കുന്നത്. ഉമർ തങ്ങളെ കുറിച്ച് ഇങ്ങനെ ഈ പാട്ട് 2-3 വരികൾ വേറെയുണ്ട്. ഞങ്ങളിങ്ങനെ നോക്കി നിന്നു. ഒരൊട്ടകപ്പുറത്തു നിന്നാണ് ഈ പാട്ടിങ്ങനെ കേൾക്കുന്നത്. നോക്കുമ്പോ പാട്ട് പാടിയ ആളെയും കാണാനില്ല, ഒട്ടകത്തെയും കാണാനില്ല. അപ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് അത് ജിന്നുകളുടെ ഹുതാഫ്, ജിന്നുകൾ വിളിച്ചു പറയുകയായിരുന്നു. ആരെക്കുറിച്ച്? ഉമർ തങ്ങളെ കുറിച്ച്. ആ നീതി ജിന്നുകൾക്ക് പോലും അനുഭവിക്കാൻ കഴിയുന്ന വിധം ഈ ജിന്നുകളുടെ വരികൾ മഷ്ഹൂറത്താണ്, വളരെ വളരെ പ്രസിദ്ധമാണ്. അലൈക സലാമുൻ മിൻ ഇമാമിൻ വബറകത്, യദുല്ലാഹി ഫീ ദാകൽ അദീമിൽ മുമസ്സഖി. ഉമർ തങ്ങളുടെ വയറ് കുത്തേറ്റ് ആഴത്തിൽ മുറിവായപ്പോ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ വാപ്പയുടെ വയറ്റിന്റെ ഉള്ളിൽ നിന്ന് ചോര ഒലിച്ചുകൊണ്ടിരിക്കുമ്പോ ആ ചോര ഒന്ന് പിടിച്ചു കെട്ടാൻ വേണ്ടി ഞാനൊരു തുണി കൊണ്ട് ഇങ്ങനെ പിടിച്ചു കെട്ടുമ്പോൾ എന്റെ കൈ ഉമർ തങ്ങളുടെ വയറ്റിലേക്ക് പോകുന്നത് ഞാൻ കണ്ടു. അപ്പോഴാ അറിഞ്ഞത് ആ വയറ് മുഴുവനും കീറിയിരിക്കുകയാണെന്ന്. അതാണ് അലൈക സലാമുൻ മിൻ ഇമാമിൻ വബറകത്, യദുല്ലാഹി ഫീ ദാകൽ അദീമിൽ മുമസ്സഖി. ചിന്നിപ്പറിഞ്ഞു നിൽക്കുന്ന ആ ഒരു തൊലിക്കുള്ളിൽ അല്ലാഹുവേ നീ ബറക്കത്ത് ചെയ്യണേ, ഉമറേ നിങ്ങൾക്ക് സലാം. ഇത് ജിന്നുകൾ പാടിയതാണ്. നീതിയോടുകൂടെ ഭരണം നടത്തിയതിന്റെ പേരിൽ മുസ്ലിമീങ്ങൾ, അവിടുത്തെ മനുഷ്യരോ മാത്രമല്ല ജിന്നുകൾ പോലും മഹാനായ ഉമർ തങ്ങളുടെ രക്തസാക്ഷിത്വം നടക്കുമ്പോൾ വേദനിച്ചിട്ടുണ്ട്. നീതിയുടെ അത്ഭുതം കേൾക്കണോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു വഫാത്തായി എന്ന് ഗ്രാമവാസികൾ അറിയുന്നത് എങ്ങനെയാണെന്നറിയുമോ? 2.5 വർഷം ഭരണം നടത്തിയ അമവി ഭരണാധികാരി രണ്ടാം ഉമർ, ഇത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ 2ാം പതിപ്പാണ് എന്ന് ചരിത്രം പറഞ്ഞ ഒരു കാലഘട്ടത്തിന്റെ 1-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദ് എന്ന് മഹാന്മാർ ബിഇജ്മാഇൽ ഉലമാ, പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാതെ മുജദ്ദിദുൽ മിഅത്തിൽ ഊലാ, 1ാമത്തെ 100-ാം ആണ്ടിന്റെ മുജദ്ദിദ് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ആണെന്നാണ്. ആ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളെ ലോകത്തോട് വിട പറഞ്ഞത് നാട്ടിൻ പുറങ്ങളിലെ മനുഷ്യരറിയുന്നത് പത്രങ്ങളില്ലാത്ത കാലത്ത്, ഫേസ്ബുക്ക് ഇല്ലാത്ത കാലം, സോഷ്യൽ മീഡിയ ഇല്ലാത്ത കാലത്ത് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഷാമിൽ വഫാത്തായിട്ടുണ്ട് എന്ന വിവരം അറിയുന്നത് ആ നാട്ടിലെ ആടുകളെ മേച്ചു നടക്കാൻ പോകുന്ന ആട്ടിടയന്മാർ പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയോ? എന്താ പറഞ്ഞത്?
ഞങ്ങളുടെ ആടുകളെ പിടിക്കാൻ ചെന്നായ്ക്കൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ എന്ന നീതിമാനായ ഭരണാധികാരി ഭരണം നടത്തുമ്പോൾ ഒരു ചെന്നായ പോലും ഒരാടിനെയും ആക്രമിച്ചിരുന്നില്ല. ചെന്നായകൾ ആടുകളെ ആക്രമിക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ അറിഞ്ഞു, ഏതൊരു മഹാന്റെ സാന്നിധ്യം കൊണ്ടായിരുന്നോ ഇവിടെ സമാധാനമുണ്ടായിരുന്നത്, ആ നീതിയുടെ പരിപ്രേക്ഷ്യമായ മഹാൻ ലോകത്തോട് വിട പറഞ്ഞു എന്ന് ഞങ്ങൾ അറിയുന്നത് ഞങ്ങളുടെ ആടുകളെ ചെന്നായകൾ ആക്രമിക്കാൻ തുടങ്ങിയപ്പോഴാണ്. ഇതൊക്കെ വെറുതെ പറയല്ല, ഇത് ചരിത്രമാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പിന്മുറക്കാരനായ അമവി ഭരണാധികാരിയും ഈ ഉമ്മത്തിന്റെ ആദ്യത്തെ മിഅത്തിന്റെ മുജദ്ദിദുമായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. അത് തന്നെയാണ് അബ്ബാസി ഭരണാധികാരിയായിരുന്ന മുഹമ്മദുൽ മഹ്ദി തങ്ങളുടെ അവസ്ഥയും. മുഹമ്മദുൽ മഹ്ദി എന്ന അബ്ബാസി ഭരണാധികാരി ഭരണം നടത്തുമ്പോൾ ഒരു ചെന്നായെയും ഒരാടിനെയും പിടിക്കുമായിരുന്നില്ല, ഒരക്രമവും നാടിൽ നടക്കുമായിരുന്നില്ല, വന്യജീവികൾക്കിടയിൽ പോലും. അങ്ങനെ ഒരു പാരമ്പര്യം മഹാനായ മുഹമ്മദുൽ മഹ്ദി അൽ അബ്ബാസി തങ്ങളുടെ കാലത്തുണ്ടായിരുന്നു. മഹാനെക്കുറിച്ച് ചില കവികൾ പാടിയിട്ടുണ്ടായിരുന്നു. തൽഖൽ അമാന അലാ ഹിയാദി മുഹമ്മദി. മഹാനായ മുഖ്താർ തങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആ ചെയ്ത് പിരിയാണ്. ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. تلقى الأمان على حياض محمدي ثولاء محرفة وذئب أطلسي لا ذي تخاف ولا لهذا صولة تهدي الرعية ما استقام الريس تلقى الأمان على حياض محمد ثولاء مخرفة وذئب نطلس لا ذي تخاف ولا لهذا صولة تهدي الرعية ما استقام الريس. ചെന്നായകൾ ആക്രമിക്കാത്തൊരു കാലഘട്ടമുണ്ടായിരുന്നുവെങ്കിൽ ഓരോ മൃഗങ്ങളും വെള്ളം കുടിക്കാൻ പോകുന്ന വെള്ളക്കെട്ടുകൾക്കിടയിൽ കടിപിടി കൂടാതെ ജന്തുജാലങ്ങൾ വെള്ളം കുടിച്ചിരുന്നൊരു കാലഘട്ടമുണ്ടെങ്കിൽ അലാ ഹിയാളി മുഹമ്മദി, അത് മുഹമ്മദുൽ മഹ്ദി എന്ന് പറയുന്ന ഭരണാധികാരിയുടെ കാലത്താണ്. മുഹമ്മദുൽ മഹ്ദി അൽ അബ്ബാസി لا ذي تخاف ولا لهذا صولة. പാവപ്പെട്ട ഒരു മൃഗത്തിന് പേടിക്കേണ്ടതില്ല. അതിശക്തനായ ഒരു മൃഗം അവിടെ അതിന്റെ ഹിംസ്രഗണങ്ങളെ അതിന്റെ ക്രൂരതയോ ശൗര്യമോ അവിടെ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നില്ല. എന്തുകൊണ്ടെന്നറിയോ? തഹ്ദിർ റഈയതു മസ്തഖാമർ റീസു. റീസ് എന്ന് പറഞ്ഞാൽ റഈസ്, നേതാവ് നേരെയാകുമ്പോൾ അനുയായികൾ നേരെയാകുന്നു. ഖലീഫ നീതിമാനായപ്പോൾ നാട്ടിലെ ജന്തുജാലങ്ങൾക്കിടയിൽ പോലും നീതി പുലർന്നു. ഇത്രമേൽ നീതിയുടെ അടയാളങ്ങൾ, നീതിയുടെ ബഹിർസ്ഫുരണങ്ങൾ ഈ ഉമ്മത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഈ ഉമ്മത്തിന്റെ മുൻഗാമികൾ കഴിഞ്ഞു പോയത്. നമ്മുടെ കരങ്ങളിൽ അത് അല്ലാഹു ഏൽപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ആരോടും, നമ്മൾ മറ്റൊരാളോട്, നമ്മുടെ കുടുംബത്തോടോ നാട്ടിനോടോ ഒരു മനുഷ്യനോട് പോലും ഒരനീതിയും ചെയ്യരുതേ. ഹബീബ് പൊറുക്കില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കേസുകൾക്ക് പണമടക്കാൻ നിങ്ങളുടെ കയ്യിൽ പണമുണ്ടായിരിക്കാം, വാക്ചാരുതിയുള്ള വക്കീലുമാരെ നിയമിക്കാൻ നിങ്ങൾക്ക് കഴിയുമായിരിക്കാം, കോടികൾ കൈക്കൂലി കൊടുത്ത് നിങ്ങൾക്ക് കേസ് നടത്താൻ കഴിവുണ്ടായിരിക്കാം. പക്ഷേ ഓർക്കണേ, നിങ്ങൾ ആരോടാ കളിക്കുന്നത്? മാലിക് യൗമിദ്ദീൻ,
എല്ലാ മറകളും പുറന്നീക്കി, മറകളെല്ലാം നീങ്ങി അള്ളാഹുവിന്റെ മുമ്പിൽ സത്യം പ്രത്യക്ഷപ്പെടുന്നൊരു നാള് വരാനിരിക്കുകയാണ്. അതൊരു ശ്വാസം നിലച്ചാൽ ആരംഭിക്കുന്ന ലോകമാണ്. ആഖിറത്തിന്റെ ലോകത്തേക്ക് പോകണമെന്ന ബോധത്തോടുകൂടെ ഒരു മനുഷ്യനോടും ദുൽമ ചെയ്യരുതേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. അതുകൊണ്ട് ഗുരുനാഥന്മാർ അവരുടെ ശിഷ്യന്മാരോട്, അധ്യാപകന്മാർ അവരുടെ വിദ്യാർത്ഥികളോട് നീതി പാലിക്കണം. ഫേവറിസം കാണിക്കാൻ പാടില്ല. രാഷ്ട്രീയ നേതാക്കന്മാർ അധികാരത്തിലെത്തുമ്പോൾ തൻ്റെ മണ്ഡലത്തിലോ പഞ്ചായത്തിലോ വാർഡിലോ ഉള്ള മനുഷ്യരോട് അവരുടെ പാർട്ടിയോ അവരുടെ രാഷ്ട്രീയമോ നോക്കാതെ നീതിക്ക് വേണ്ടി നിലകൊള്ളേണ്ട ആളുകൾ, നിയമപാലകന്മാർ, പോലീസുകാരും പട്ടാളക്കാരും, രാജ്യത്തിന്റെ ഭരണം കടക്കുന്നവരും രാജ്യം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നവരും എല്ലാം വലിയൊരു അമാനത്താണ് തോളിലേറ്റി നടക്കുന്നത്. ഇത് താഴെ വെച്ച് ഇറങ്ങിപ്പോകുന്നൊരു നേരം വരാനിരിക്കുകയാണ്. പടച്ചതമ്പുരാന്റെ കോടതിയിൽ കയ്യും കെട്ടി മറുപടി പറയേണ്ടി വരുമെന്ന വലിയൊരു ആശയം ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത പ്രസ്ഥാനമാണ് നമ്മൾ നെഞ്ചിലേറ്റി നടക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ ആ ഒരു ആശയം ലോകത്തിന് ഇത്രമേൽ വ്യക്തമായി നീതിയും സംസ്കാരവും ലാളിത്യവും സമഭാവനയും പാരസ്പര്യ ബോധവും ഇത്രമേൽ നൽകുന്ന ഒരു വെളിച്ചം, ആ വെളിച്ചം ലോകമറിയട്ടെ, ഹബീബിനെ ലോകം അറിയട്ടെ. ഹബീബായ നിബിതങ്ങൾ എന്ന അർറഹ്മത്തുൽ മുഹ്ദാ, ലോകത്തിന് അല്ലാഹു നൽകുന്ന കരുണയെ, ആ കരുണയെ നമ്മൾ പ്രസരിപ്പിക്കുക. ആ സുഗന്ധം പരക്കട്ടെ, ഹബീബിനെ അറിയട്ടെ. ആരാണ് റസൂലുള്ളാഹി തങ്ങൾ എന്തൊക്കെയാ പഠിപ്പിച്ചത്? ഒരു ബാത്റൂമിൽ പോകേണ്ട ആദാബുകൾ മാത്രമല്ല, അങ്ങ് സുപ്രീം കോർട്ടിനുള്ളിൽ നടക്കേണ്ട വ്യവസ്ഥകൾ പോലും ഈ ഹബീബിന്റെ ഹദീത്തുകളുടെ ചർച്ചയാണ് എന്ന മിനിമം ആശയമെങ്കിലും ഞാനും നിങ്ങളും ഉൾക്കൊള്ളുക. അതുകൊണ്ട് വസ്സുൽഹു ഖൈർ, സമൂഹത്തിൽ നന്മയുണ്ടാവട്ടെ, അടിപിടി ഉണ്ടാവരുത്. സമൂഹത്തിൽ ഭിന്നിപ്പിന്റെ വാക്കുകളാരും പറയരുത്, എഴുതരുത്, പ്രചരിപ്പിക്കരുത്. അള്ളാഹുവിന്റെ ഹബീബിന് ഇഷ്ടം നമ്മൾ ഒരുമിച്ചു നിൽക്കലാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ ഇഷ്ടം നമ്മുടെ ഒരുമയാണ്. അതുകൊണ്ട് ഭിന്നിപ്പുണ്ടാവരുതേ. വസ്സുൽഹു ഖൈർ. അള്ളാഹു നമ്മുടെ കൽബുകളെ ഒരുമിപ്പിക്കട്ടെ. 100-ാം വാർഷികം സമസ്ത ആഘോഷിക്കാൻ പോകുമ്പോൾ അതൊരു മഹാസംഭവമായി, ഒരു വലിയ ചരിത്രരേഖയായി മാറാൻ പോകുമ്പോൾ നമ്മുടെ ഈമാനിനാൽ പ്രകാശിതമായി, നമ്മുടെ മനസ്സുകൾ ഒരു മാലയിലെ മുത്തുമണികളെ പോലെ ചേർന്ന് നിന്ന് പരസ്പരം പൊറുത്തും ക്ഷമിച്ചും നന്മകൾ കൈമാറിയും നന്മയ്ക്ക് വേണ്ടി ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു നന്മയുടെ, ഒരു പ്രസ്ഥാനത്തിന്റെ, ഒരു സംസ്കാരത്തിന്റെ, ഒരു ആചാരത്തിന്റെ, ഒരു അനുഷ്ഠാനത്തിന്റെ, ഒരു നാഗരികതയുടെ ചരിത്രം ഉയർത്തിപ്പിടിക്കുന്ന ആ മുഹൂർത്തം അല്ലാഹുവേ നീ വിജയമാക്കി തരണേ റബ്ബേ, വിജയമാക്കണേ റബ്ബേ, വിജയമാക്കണേ റബ്ബേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനപ്പെട്ട മുഖ്താർ തങ്ങൾ അവറുകൾ നമ്മുടെ പരിപാടിയുടെ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുകയാണ്. 3 പതിറ്റാണ്ടിലേറെയായി ഈ നാട്ടിൽ നിസ്വാർത്ഥ സേവനമനുഷ്ഠിച്ചു വരുന്ന ഈ നാട്ടിലെ എല്ലാവിധ നന്മകൾക്കും പുരോഗതിക്കും ഒരു പണക്കാരുടെയും പ്രതിഫലം കാക്ഷിക്കാതെ എല്ലാവരോടും ഒരേ നിലയിൽ പെരുമാറുന്ന സൽസ്വഭാവത്തിന്റെ ഉടമ ഉമർ ദാരിമി ഉസ്താദ്, അഹ്ലു ബൈത്തിലെ ശ്രേഷ്ഠർ, 4 പതിറ്റാണ്ടുകളായി ഈ നാട്ടിനും ദീനിനും സേവനം അനുഷ്ഠിച്ചുകൊണ്ട് ലവലേശം പോലും അഹങ്കാരമില്ലാതെ വളരെ ലാളിത്യത്തോടുകൂടെ ഏവരുടെയും കൂടെ പ്രവർത്തിക്കുന്ന അഭിനന്ദരായ സയ്യിദ് മുഹമ്മദ് തങ്ങൾ രണ്ടുപേർക്കും ഇവിടെ ആദരവ് നൽകുകയാണ്. ആ ചടങ്ങിന് കൂടെ നമ്മുടെ ഈ വേദി സാക്ഷിയാവുകയാണ്. രണ്ടുപേർക്കും അല്ലാഹു വലിയ അനുഗ്രഹം നൽകട്ടെ. അങ്ങനെയുള്ള പ്രതിഭകളെയാണ് സമൂഹത്തിന് വേണ്ടി ഉസ്വ, മാതൃകകളായ മനുഷ്യന്മാർ. അറിവ് നമ്മുടെ ഗ്രന്ഥങ്ങളിലുണ്ട്, അറിവ് നമ്മുടെ ക്ലാസ് റൂമുകളിലുണ്ട്. പക്ഷേ ഈ അറിവുകൾ പേറി നടക്കുന്ന നന്മയുടെ രൂപങ്ങളെ നമുക്ക് കാണാൻ പ്രയാസമാണ്. അതുകൊണ്ട് ഈ 2 മഹത് വ്യക്തിത്വങ്ങൾ നമുക്കിടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊരു വലിയ വിളക്കാണ്, വെളിച്ചമാണ്. അള്ളാഹു അതുപോലെയുള്ള ഒരുപാട് നന്മകൾ, ഒരുപാട് മാതൃകാ പുരുഷന്മാർ, മഹദിമാർ നമ്മുടെ നാടുകളിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.